അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ ഓരോരുത്തർക്കും ഫീഡ്ബാക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൽ കൂടെ ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ ഞാൻ പറയുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോണേ. കാരണം ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. നമ്മൾ കേൾക്കുന്നത് അതേപോലെ ടൈപ്പ് ചെയ്ത് പോവുക. നമ്മൾ ആ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? എന്റെ സ്ക്രീൻ കാണാമല്ലോ? അതെ. അപ്പോൾ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ടൈമിൽ, അതായത് നമ്മൾ ഗൈഡ് ലൈൻസ് പറയുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂമറിക്ക് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം. പക്ഷെ ഇതിൽ അതേപോലെ ന്യൂമറിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? എൻ്റെ ബുക്കിംഗ് റെഫറൻസ് നമ്പർ 6780428712 ആണ്. ദയവായി ഈ റെഫറൻസ് നമ്പറുമായി ബന്ധപ്പെട്ട ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗ് റദ്ദാക്കുന്നതുമായി മുന്നോട്ട് പോവുക. ഓക്കെ, ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ 67 80 42 ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്ത് പോവുക. അല്ലാതെ നമ്മൾ ന്യൂമറിക്ക് സംഖ്യയിൽ ഉപയോഗിക്കാതെ അത് ടൈപ്പ് ചെയ്ത് പോവുക. പിന്നെ എന്ന് പറയുന്നത് എൻ്റെ, നമ്മൾ ഇൻ്റെ ഉണ്ടല്ലോ, ഇൻ്റെ NT ഇട്ടിട്ട് ഇങ്ങനത്തെ ഇൻ്റെ കൊടുക്കുക. പിന്നെ ഈ സെഗ്മെന്റ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് വരെയും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നോയ്സ് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് 3 തവണ ഡോളർ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ടാഗ് വരും. അതിൽ പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഉണ്ടല്ലോ, അത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റിലും ലാസ്റ്റിലും കൊടുക്കുക. ഞാൻ നോക്കിയ ഒരു ഫയലിൽ 2 സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് സെഗ്മെന്റിൽ സ്റ്റാർട്ടും കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് സെഗ്മെന്റിന്റെ എൻഡിൽ എൻഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്, ഓരോ സെഗ്മെന്റിലും കൊടുക്കുക. ഓക്കെ, കാരണം നമ്മൾ ഈ ഓരോ സെഗ്മെന്റിലല്ലേ ഫുള്ള് കേൾക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ടാഗ് കൊടുത്തില്ലേ, ഈ ടാഗ് കഴിഞ്ഞിട്ട് അതിന്റെ ഈ എന്റെയും ആ ടാഗിന്റെ ഇടയിൽ സ്പേസ് വേണോ? വേണം. അതായത് നമ്മളിപ്പോൾ ഈ പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ സ്പേസ് കൊടുത്തതിന് ശേഷം അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളെ ബാച്ചിൽ നോക്കിയ എല്ലാവരുടെ ഫയലിലും നിങ്ങൾ സ്പേസ് ഇട്ടിട്ടില്ല. ഓക്കെ, ഇതേപോലെ സ്പേസ് ഇടാതെ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല, സിംഗിൾ സ്പേസ് കൊടുക്കുക, ഡബിൾ സ്പേസ് അല്ല, സിംഗിൾ സ്പേസ്. ഓക്കെ, നമ്മൾ ടാഗ് ഇടുമ്പോഴോ അല്ലെങ്കിൽ പങ്ക്ച്വേഷൻ യൂസ് ചെയ്തിട്ടോ, അതേപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ പങ്ക്ച്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഇടരുത്. അതായത് നിങ്ങൾ ഈ പോകുക കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഈ കുത്തിടരുത്. ഓക്കെ, സ്പേസ് ഇല്ലാതെ പങ്ക്ച്വേഷൻ യൂസ് ചെയ്യുക. അതിനുശേഷം പങ്ക്ച്വേഷൻ യൂസ് ചെയ്തതിന് ശേഷം ഒരു സിംഗിൾ സ്പേസ് കൊടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ കാണുന്നില്ലേ, ഈ ആണ് കഴിഞ്ഞിട്ട് കാണുന്നില്ല, ഇവിടെ സിംഗിൾ സ്പേസ് ഇട്ടിട്ടുണ്ട്, അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഇത് ഞാൻ ഡ്രാഫ്റ്റിൽ അതേപോലെ സേവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മിസ്റ്റേക്കുകൾ അത് എല്ലാവരുടെയും കൂടെയാണേ. നിങ്ങൾ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഹലോ, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലീൻ സിറ്റി സർവീസസ് എന്നതിന് കീഴിലുള്ള എൻ്റെ മാലിന്യ നിർമ്മാർജ്ജന സേവന സബ്സ്ക്രിപ്ഷൻ്റെ നില എനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ സർവീസ് റഫറൻസ് നമ്പർ YQXF 499234 ആണ്. ഇതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ടാഗിലല്ലാതെ നമ്മളല്ലാതെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ YQ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ ടൈപ്പ് ചെയ്ത് പോവുക. പിന്നെ ന്യൂമറിക്ക് അതും അങ്ങനെ എങ്ങനെയാണോ അവർ പറയുന്നത്, ചിലപ്പോൾ 49 എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് പോവുക. പിന്നെ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊന്നും വരരുത്, ഇതൊക്കെ എററാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിലും നമുക്ക് ഫസ്റ്റിലും ലാസ്റ്റിലും പെർസിസ്റ്റന്റ് നോയ്സിന്റെ ടാഗ് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് രാജിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത്? ഈ പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ടും എൻഡും കൊടുത്തു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ ഹോൺ അടിക്കണ ഒച്ചയോ ടൈപ്പ് ചെയ്യണ ഒച്ചയോ കേൾക്കുകയാണെങ്കിൽ നമ്മൾ എന്തോർക്കണം? അതിപ്പോ ഹോൺ ആണെങ്കിൽ ഹോണിന്റെ ടാഗ് ഇതിലുണ്ടല്ലോ, ആ ടാഗ് കൊടുക്കുക. നിങ്ങൾ ഈ പെർസിസ്റ്റന്റ് കൊടുക്കണം നിർബന്ധമാണോ?
അത് നിർബന്ധമാണ്. ഓക്കെ. ആദ്യം നിങ്ങൾ ഒരു കാര്യം, അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പെർസിസ്റ്റന്റ് നോയ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സെഗ്മെന്റ് തുടങ്ങുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നിർത്താതെ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സ് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോണ്ടേ ഇരിക്കണം. ഓക്കെ, ആ സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുന്നത് വരെ. ചിലപ്പോൾ മഴ പെയ്യുന്ന സൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ചീവിട് കരയുന്ന പോലത്തെ സൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഈ എരപ്പ് കണക്കൊരു സൗണ്ട് കേട്ടോണ്ടേയിരിക്കും. അത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ പെർസിസ്റ്റന്റ് നോയ്സ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് ഈ ഹോണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും സംസാരിക്കുന്നത്, ഇപ്പൊ ഡോർ അങ്ങനത്തെ സൗണ്ട് ഒക്കെ വരുമ്പോൾ അതിന് നമ്മൾ അതിൻ്റെതായ ടാഗ് അവിടെ കൊടുക്കുക. നമുക്ക് കേൾക്കാൻ ഇതിൽ കിടത്താണ് ഇപ്പൊ എന്റെ മാലിന്യം എന്ന് പറഞ്ഞതിന്റെ അവിടെ നിന്നിട്ട് ഒരു ഹോൺ അടിക്കുന്ന കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാണ് ഒരു കുറച്ച് വേർഡ്സുകളുടെ ഇപ്പൊ ഹോൺ അടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എവിടെയാ കൊടുക്കണ്ടേ ഈ ടാഗ്? അതായത് എന്റെ മാലിന്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേൾക്കുന്നതെങ്കിൽ അവിടെ കൊടുക്കാം ടാഗ്. അവിടെ തൊട്ട് ഫുൾ പിന്നെ ഹോൺ അടിയുടെ ഒച്ചയാണ്. ഇല്ല, അവിടെ കൊടുക്കുക. പിന്നെ വേറെ എവിടെ ഒരു 2 വേർഡ് കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കുക. ഇപ്പൊ മാലിന്യയുടെ ഹോൺ കേട്ടു. പിന്നെ നിർമ്മാർജ്ജന സേവന സബ്സ്ക്രിപ്ഷൻ അതിന്റെ അവിടെയൊക്കെ ഇങ്ങനെ ഹോൺ അടി കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് നിർത്താതെ കേട്ടോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 2 സ്ഥലത്ത് കൊടുക്കുക. ഇപ്പൊ ഓരോ വാക്കും പറഞ്ഞതിന് ശേഷം ഹോൺ ആയിട്ട് കേട്ടോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെല്ലാം കേൾക്കുന്നോ അവിടെയെല്ലാം ടാഗ് കൊടുക്കുക. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പൊ മാലിന്യ നിർമ്മാർജ്ജന അവിടെ ഹോണിന്റെ ടാഗ്, സേവന കഴിഞ്ഞിട്ട് ഹോണിന്റെ ടാഗ് അങ്ങനെ കൊടുക്കണം. അങ്ങനെ കൊടുക്കണം. ഞാൻ പറഞ്ഞു നിർത്താതെ കേട്ടോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 വാക്ക് കഴിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പൊ മാലിന്യം അവിടെ കൊടുത്തതിന് ശേഷം നില എന്ന് പറയുന്നില്ലേ അവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റെഫറൻസ് എന്ന് പറയുന്ന അവിടെ കൊടുക്കുക. അതോടുകൂടി കൊടുക്കുക. അങ്ങനെയല്ല ഒരിപ്പോ മാലിന്യം കഴിഞ്ഞിട്ട് ഹോൺ കേട്ട് പിന്നെ നിർമ്മാർജ്ജന അത് കഴിഞ്ഞിട്ട് ഹോൺ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കേൾക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ടാഗ് ഇട്ട് പോവുക. പിന്നെ ടൈപ്പ് ചെയ്യണ ഇതാക്കുകയാണെങ്കിൽ അത് ടൈപ്പ് റൈറ്ററിന്റെ ടാഗാണോ കൊടുക്കേണ്ടത്, ക്ലിക്കിംഗ് എന്നുള്ള ടാഗാണോ കൊടുക്കേണ്ടത്? ടൈപ്പ് അത് എന്താണോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന അതിന്റെ ടാഗ് തന്നെ കൊടുക്കണം. പിന്നെ അതേപോലെ നിങ്ങൾ ഈ ബ്രീത്തിങ് ഇൻഹീലിംഗ് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ടാഗ് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് ടാഗ് ഇട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ ഓഡിയോ ടാഗ് കേൾക്കാൻ പറ്റും. അവിടെ അങ്ങനെ ഒരു ടാഗ് ആ എന്തെങ്കിലും ഒരു നോയ്സ് നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം ടാഗ് കൊടുക്കും. ഇപ്പൊ ഇൻഹേലിംഗ് ബ്രീത്തിങ് ഇപ്പൊ ചില ഫയൽ നോക്കി വോയിസ് ക്ലിയർ അല്ല. ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ഉണ്ടോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്താണ് നമ്മൾ ഇൻഹേലിംഗ് ഇപ്പൊ ചിലപ്പോൾ അവർ സംസാരിച്ച് ഒരു ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങൾ ചുമ്മാ അവിടെ ഇൻഹേലിംഗ് കൊടുക്കരുത്. നിങ്ങൾക്ക് അത് കേൾക്കണം. അവർ ശ്വാസം എടുക്കുന്നതിന്റെ ശ്വാസം വിടുന്നതിന്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം ടാഗ് ഇടുക. പലപ്പോഴും നമുക്ക് ഹെഡ്സെറ്റ് വെക്കുമ്പം ആ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കാം. പക്ഷെ അല്ലാതെ നമ്മൾ നോർമലായിട്ട് ഇത് വോയിസ് കേൾക്കുമ്പോ അത് അങ്ങനെ നിങ്ങൾ വരുമ്പം ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അത്രയ്ക്ക് വോയിസ് ഏകദേശം ഒരു 80% വെച്ചിട്ട് നമ്മൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ട് വേണം കേൾക്കാനായിട്ട്. എങ്കിലും നമുക്ക് അവർ പറയുന്ന വേർഡ് ഉൾപ്പെടെ എന്താണെന്നുള്ളത് മനസ്സിലാവും. അല്ലാതെ നമ്മൾ നോർമലിൽ ഇട്ടിട്ട് ഇപ്പൊ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതെയാണ് നമ്മൾ സിസ്റ്റത്തിൽ വെച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്കത് എന്താണ് അവർ പറയുന്നതെന്നുള്ള നല്ലൊരു ക്ലാരിറ്റി കിട്ടൂല. പറഞ്ഞോ. ഞാൻ ഫസ്റ്റ് ഡേ ചെയ്ത ഒരു ടാസ്കിൽ ഫസ്റ്റ് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരു ബെല്ലിൻ്റെ സൗണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ടാഗ് ബെല്ല് കൊടുത്തു ടാഗ്. അപ്പം അത് റിവ്യൂ ചെയ്തപ്പം അത് അപ്ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞേ. അപ്പം അത് റിവ്യൂ ചെയ്തപ്പം അത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ബെല്ലിൻ്റേത്. അത് നിങ്ങൾ ഈ ഫസ്റ്റിൽ ഹെസിറ്റേഷൻ സൗണ്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള നോയ്സുകളോ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്ക്രോൾ ചെയ്തെടുക്കാം. ഇതേപോലെ സ്ക്രോൾ ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ഹലോ കേൾക്കുന്ന സ്ഥലത്ത് ഈ ഹലോ എന്ന് കേൾക്കുന്ന സ്ഥലത്ത് ബെല്ലിന്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ സ്പീക്കറിന്റെ വോയിസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാം. ഇട്ടിട്ട് നെക്സ്റ്റ് അവർ പറയുന്നില്ലേ ഇപ്പൊ ഹലോ എന്ന് വെച്ച് പറയുന്നില്ലേ അത് തൊട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് പോവാം. അപ്പൊ ഇത് വെറുതെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക ഫസ്റ്റില്
ഇപ്പൊ നമ്മൾ സെഗ്മെന്റിന്റെ ഫസ്റ്റിലും ഇതേപോലെ സെഗ്മെന്റിന്റെ ലാസ്റ്റിലും ഇപ്പൊ ചില സമയത്ത് ഹെസിറ്റേഷൻ സൗണ്ട് ആയിരിക്കും. ഹലോ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്. അപ്പൊ ആന്ന് പറഞ്ഞു വരുന്ന സ്ഥലം നമുക്ക് ആവശ്യമല്ല, ഫസ്റ്റിൽ പറഞ്ഞല്ലേ. അപ്പൊ അത് നമുക്ക് ആവശ്യമില്ല. ആ സമയത്ത് നമുക്കിത് സ്ക്രോൾ ചെയ്ത് മാറ്റിയിട്ട് സെഗ്മെന്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് എവിടെ തൊട്ടാണ് അവർ സംസാരിക്കുന്നത് അത് മുതൽ ടൈപ്പ് ചെയ്ത് പോവാം. മനസ്സിലായോ? ആ ക്ലീൻ സിറ്റി മനസ്സിലായി. സർവീസസ് എന്താ ചെയ്യണ്ടേ? ഇത് നമുക്ക് ഇത് വേണ്ട. അതായത് ഇംഗ്ലീഷിൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ടാഗ് അല്ലാതെ ഒന്നും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് യൂസ് ചെയ്യൂല. അപ്പൊ ഇത് ഈ ക്ലീൻ സിറ്റി സർവീസ് അത് വേണ്ട, അത് റിമൂവ് ചെയ്ത് ഓക്കെ. റിമൂവ് ചെയ്യുക. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം ടൈപ്പ് ചെയ്തെടുക്കുക. ആ ഓക്കെ ഓക്കെ. മനസ്സിലായോ? പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് സെഗ്മെന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ സെഗ്മെന്റ് എന്താണ് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾ ഓവർലാപ്പ് ചെയ്തതാണോ എന്ന് ഹലോ, അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ ആരോഗ്യ സെഗ്മെന്റിന് ഇവിടെ ഡാർക്ക് കളറിലായിട്ടുണ്ടായിരുന്നു 1-2 പേരത്. പിന്നെ 2-3 പേരത് എന്തെന്നാണെന്ന് വെച്ചാൽ എക്സ്ട്രാ സെഗ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെഗ്മെന്റ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതായത് ഓവർലാപ്പിംഗ് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഈസി അല്ലേ, നിങ്ങൾക്ക് ഇവിടെ പ്ലേ കൊടുത്ത് അത് പ്ലേ ഓട്ടോമാറ്റിക്കലി അത് പ്ലേ ആയിക്കോളും. ഹലോ, ഞാൻ എൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം പിന്തുടരുന്നു. ഇത് ദേശീയ ആരോഗ്യ ദൗത്യം എന്നതിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ക്ലെയിം ID IMYU 488353 ആണ്. എനിക്കൊരു അപ്ഡേറ്റ് നൽകാമോ? ഇതിൽ ഇൻഹേലിംഗ് എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കീഴിൽ കഴിഞ്ഞിട്ട് ഇൻഹേലിംഗ് വരുന്നതിന് ഇടയ്ക്ക് ഒരു സിംഗിൾ സ്പേസ് കൊടുക്കുക. നിങ്ങൾക്ക് സ്പേസ് ചെക്ക് ചെയ്യാനുള്ളത് പറഞ്ഞല്ലോ, Ctrl F കൊടുത്തിട്ട് സ്പേസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്പേസ് കാണിക്കുക. അപ്പോൾ എവിടെയൊക്കെയാണ് ഡബിൾ സ്പേസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റിലും ലാസ്റ്റിലും ഡബിൾ സ്പേസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സിംഗിൾ സ്പേസ് വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എല്ലാവരുടെയും ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരുമ്പോഴും പറഞ്ഞതാണ് കറക്റ്റ് ഇൻറ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഈ ഇൻറ്റ് യൂസ് ചെയ്യുക. പിന്നെ അതേപോലെ 53 എന്താണ് ഈ ഇൻറ്റ് യൂസ് ചെയ്യുന്നതോ, NTE ഇടുക. എന്നിട്ട് ഇവിടെ ഇതിന്റെ സെക്കൻഡ് പോവുക. കണ്ടോ? മാം, ഇത് ഗൂഗിൾ എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്യുമ്പോഴല്ലേ ഇത് ഈ ഇന്ത്യ വരുള്ളൂ, അല്ലാതെ വരൂല അല്ലേ? ഇല്ല, അല്ലാതെ വരൂല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തില്ല, ആ രീതിയിലേ വരുള്ളൂ. നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. എക്സ്റ്റൻഷൻ ചെയ്യണ്ടോ? എന്താണ് എക്സ്റ്റൻഷൻ ചെയ്യാനുണ്ടോ? ഇത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തേ പറ്റൂ. ഈ ഇന്ത്യ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നേന്ന് ഇങ്ങനെ NTE അടിച്ച് അതിന്റെ 6th പോവുക. ഇല്ല, നിങ്ങൾക്ക് ഈ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വരില്ല, ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോ N യൂസ് ചെയ്തിട്ട് ഇറ്റ യൂസ് ചെയ്യുക. ഓക്കെ, N2 എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ 83 എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ വെർബാറ്റിം ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആവാം എന്ന് പറഞ്ഞിട്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, നമ്മൾ എഴുതുന്നത് അവരെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നു അതേപോലെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ 83 എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെ വരും, ഇങ്ങനെ വരത്തില്ല. 80 ഇത്തി എന്ന് പറയുമ്പോൾ ഇത്ത തന്നെ കൊടുക്കുക. 3 എന്ന് പറയുമ്പോൾ ഇന്നേ തന്നെ കൊടുക്കുക. ഓക്കെ, 53 ആണ് എന്നൊന്നും പറയില്ലല്ലോ.
ഇനി അഥവാ അങ്ങനെയാണ് കേൾക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പക്ഷെ ഇതിൽ അങ്ങനെ അല്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുറേ പേര് ഇതിൽ കണ്ടിട്ടുണ്ട്. വെർബാറ്റിം ആണ്, പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ കേൾക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതേപോലെ ടൈപ്പ് ചെയ്ത് പോവുക. പിന്നെ വേറൊരാളുടെ ഫയലിൽ കണ്ടതാണ് ഈ പെർസിസ്റ്റന്റ് നോയിസിന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അതായത് ടാഗ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കാതെ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ വരുന്ന മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചാൽ ഈ പി വന്നിട്ട് സ്മോൾ ലെറ്റർ ആയിരിക്കും. ഓക്കെ, ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ ഇങ്ങനെയും ലാസ്റ്റിൽ കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാഗുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്യാതിരിക്കുക. അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഇതേപോലെ ഞാനേ ഇപ്പൊ ചെയ്തൊക്കെ ഡ്രാഫ്റ്റിലേക്ക് ആഡ് ചെയ്തു. അതിന്റെ പിന്നെ നമ്മുടെ പ്രൂഫിങ് കഴിഞ്ഞോന്ന് എങ്ങനെ അറിയണം? നിങ്ങൾ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്തിട്ടുണ്ടോ? ആ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്താണ് ചെയ്തത് മൊത്തം. പേരെന്താണ്? മുഹമ്മദ് നാഫി. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഇപ്പൊ എന്തിനാണ് മീറ്റ് വെച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഫയലിലും ഓരോരോ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ പേർക്കും ഞാൻ പറഞ്ഞല്ലോ ടാഗ് ഇട്ടിട്ട് സ്പേസ് ഇടാത്ത അങ്ങനത്തെ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടായിരുന്നു. ടാഗ് യൂസ് ചെയ്യാത്ത മിസ്റ്റേക്കുകളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മീറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫയൽ കറക്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിലിനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫയൽ ആരാണോ നോക്കുന്നത് അവർ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരും. അല്ല ഇനി ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവോ അത്? നിങ്ങൾ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു അത് ചെയ്തിട്ട് ഡ്രാഫ്റ്റിൽ ഇട്ടാൽ മതി. നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നു പറഞ്ഞു. അതാ ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങനെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുമ്പോഴേ ഈ പറയുന്ന ടാഗുകൾ വരാൻ ഭയങ്കര പാടാണ്. അപ്പൊ അതിനെ ഇത് ഓഫ് ചെയ്താലേ ടാഗുകൾ വരുള്ളൂ. അപ്പൊ മാനുവലി ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരുമോ? മനസ്സിലായില്ല. ടാഗ് ഓഫ് ചെയ്യണോ? അല്ല, നമ്മളിപ്പോ ഗൂഗിൾ എക്സ്റ്റൻഷൻ മലയാളം കീബോർഡ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇന്ത്യ ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ടാഗ് കൊടുക്കുമ്പോൾ ടാഗ് വരൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ആ എക്സ്റ്റൻഷൻ ഓഫ് ചെയ്തിട്ട് പിന്നെ ടാഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. അതല്ലാതെ വേറെ വഴിയുണ്ടോ? പക്ഷെ ഞങ്ങളും ഇതേപോലെ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈസിയാണ്. ആ ഡോളർ സൈനിൽ നെക്കിയാൽ മതി, അപ്പൊ ടാഗ് വന്നോളൂ അല്ലേ? ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ടാഗ് വരും. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അത് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ചെയ്യാം. പതിനേഴാം നൂറ്റാണ്ടിൽ മെയ്ഡിംഗു ഖങ്കെയുടെ ഭരണകാലത്ത് മണിപ്പൂരിൽ മെയ്ഡിംഗു ഖങ്കെയുടെ ഭരണകാലം ഇവിടെ അവർ ഇങ്ങനെ വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനുള്ള ടാഗ് ഉണ്ട്. ടാഗ് കൊടുക്കുക. പിന്നെ 17-ാം നൂറ്റാണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണോ അവർ പറയുന്നത് അതേപോലെ ടൈപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സ്പേസ് Ctrl+F കൊടുത്തിട്ട് ചെക്ക് ചെയ്യുക. കണ്ടോ, ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ ലാസ്റ്റിൽ സിംഗിൾ സ്പേസ് എന്ന് വരാനായിട്ട് പാടില്ല. അപ്പോൾ സ്പേസ് അത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങളെ എല്ലാവരുടെയും ഫയൽ എടുത്തിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, നമുക്ക് ക്ലിയർ ചെയ്യാം. കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഫയൽ ചെയ്യാനായിട്ട് നോക്കാം. അവരുടെ ജോലി അഴിമതിക്കാരെ പിന്തുടർന്ന് കണ്ടെത്തുകയും അവരെ പതിവ് രീതികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വിധത്തിൽ ധാർമ്മിക പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്.
വേറൊരു ഡൗട്ട്, ഈ ലാസ്റ്റില് ഫുൾ സ്റ്റോപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് എന്ത് ചെയ്താലും ആ ലാസ്റ്റിലുള്ള ഫുൾ സ്റ്റോപ്പ് നമ്മളൊരു സ്പേസ് വിടാതെ ഇത് വരൂല്ല. എന്നാൽ ആ സ്പേസ് വിടാതെ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ചെയ്താൽ ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വരും. അപ്പം നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റും ഫസ്റ്റും സ്പേസ് വരാൻ പാടില്ല എന്ന്. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ ഫയൽസിലും അതുണ്ട്. അതായത് നിങ്ങൾ അങ്ങനെ കുഴപ്പമില്ല, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അത് റിമൂവ് ചെയ്താൽ പോരെ. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റിമൂവ് ചെയ്താലും ആ സജഷൻ കീ ഉണ്ടാവില്ലേ, ഈ നമ്മളിപ്പോൾ എന്തെങ്കിലും വാക്കുകൾ എഴുതിയാൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ആ സജഷൻ കീ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് വരും ലാസ്റ്റിൽ. അത് നമ്മൾ എത്ര ഡിലീറ്റ് ചെയ്യാൻ നോക്കിയാലും അത് അങ്ങനെ തന്നെ വരും. എനിക്ക് കുറേ ഇതുപോലെ ഇത് വന്നായിരുന്നു. എല്ലാം എൻ്റെ ഏകദേശം എല്ലാ ഫയലിനും ലാസ്റ്റ് ഒരു സ്പേസ് ഉണ്ടാവും. അതാണ് ആ സ്പേസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെന്നാണോ പറയുന്നത്? അതെ, ലാസ്റ്റിലുള്ള ആ സ്പേസ്. സെയിം പ്രോബ്ലം എനിക്കും ഉണ്ട്. സ്പേസ് ഇല്ലല്ലോ. പ്രീതിയുടെ അല്ലേ? അതെ അതെ, എൻ്റേത്. ചിലതിലുണ്ടാവില്ല, ചിലതിലുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, പക്ഷെ എനിക്ക് ഈ പ്രോബ്ലം ഇന്നലെ കുറേ വന്ന്. ഇല്ല, അങ്ങനെ വരില്ല. കാരണം ഇങ്ങനത്തെ ഈ ഒരു ഇഷ്യൂ ആര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മൾ ഈ കൺട്രോൾ F കൊടുത്തിട്ട് നമുക്കത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ വളരെ ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റംബർ ഒക്കെ വരുമ്പോൾ, കോൺവെർസേഷൻ ഒക്കെ വരുമ്പോൾ ഒരു 40 സെഗ്മെന്റോളം വരും. അപ്പോൾ എല്ലാം നിങ്ങൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഫുള്ള് 40 സെഗ്മെന്റും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൺട്രോൾ F കൊടുത്തിട്ട് സ്പേസ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോവും. അങ്ങനെയാണ്, അല്ലാതെ ആരും ആ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടില്ല. പ്രീതി, ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഇനിയും വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം നിങ്ങൾ. അപ്പം സോ ദാറ്റ് വി കൻ ലെറ്റ് ദം നോ ഇഫ് ഇത് കഴിഞ്ഞോണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ഐ വിൽ. നെക്സ്റ്റ് ടൈം ഐ വിൽ. എന്തെങ്കിലും ടെക്നിക്കലി എറർ വന്നതിന്റെ പേരിൽ നമ്മളെ അറിയാതെ ഒരു ഫയലും കൂടെ പുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യണോ, അതോ അത് പുള്ളി ചെയ്തത് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഇല്ല ഇല്ല, അതിനുള്ള ഓപ്ഷൻ ഇല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ, ഒരു ഐഡിയ കിട്ടിക്കാണൂലെ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഈ ഫയൽ ചെയ്തതിന് ശേഷം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം ഇനി നിങ്ങളൊരു ഇത് എറർ വരുത്തരുത്. ഈ ലോഗിൻ ലോഗൌട്ട് ടൈമിനകത്ത് നമുക്ക് പല പ്രാവശ്യം ലോഗിൻ ലോഗൌട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. ചിലപ്പം നമ്മുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും, പവർ ഫെയിലിയർ ഒക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ലോഗിൻ ലോഗൌട്ട് ചെയ്യുന്നത് നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ലോഗിൻ ലോഗൌട്ട് ഒന്നും ഇഷ്യൂ അല്ല. നമ്മള് നമ്പർ ഓഫ് ടൈംസ് എത്ര പ്രാവശ്യം ലോഗിൻ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്യണോ, അതോ നമ്മൾ ലോഗിൻ ചെയ്ത സമയം പിന്നെ നമ്മുടെ ലാസ്റ്റ് ലോഗൌട്ട് ടൈമും റെക്കോർഡിൽ കാണിച്ചാൽ മതിയോ അറ്റൻഡൻസിൽ? അത് നിങ്ങള് ലീഡറിനടുത്ത് ചോദിക്കും. ചില നമ്മൾ ഇപ്പൊ ഒരു ആവറേജ് 5 ലോഗിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മൾ ഒരു ജസ്റ്റ് 10 മിനിറ്റേക്ക് ലോഗിൻ ചെയ്തു, പിന്നെ ലോഗ് ഔട്ട് ചെയ്തു. അത് നിങ്ങൾ മെൻഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ലൈക്ക് ഒരു ഓൺ ഗ്യാപ്പ് ഒരു 1 മണി 1 hour അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്തു, അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു. നിങ്ങൾക്ക് അത് ഇടാൻ പ്രയാസം ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാം, ഞാൻ ടെൻഡൻസി അപ്ഡേറ്റ് ചെയ്തോളാം. പക്ഷെ ഈ 10-15 മിനിറ്റ് നിങ്ങൾ ഇടയ്ക്ക് ലോഗിൻ ചെയ്തു, ലോഗ് ഔട്ട് ചെയ്തു, അത് മെൻഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ചെയ്താലും ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം.
മനസ്സിലായല്ലോ? ഓക്കെ, ടെക്നിക്കലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ലോഗൗട്ട് ആകുന്നതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഇപ്പം ഗായത്രി ലൈക്ക് മിക്കവാറും എല്ലാ മേജർ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഇനി നിങ്ങൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചെയ്ത ഫയൽസിൽ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടോ? അതോ വേറെ എന്തെങ്കിലും ഗായത്രി പറയാത്ത എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇപ്പം. ഹലോ മാം, സരിത. പിന്നെ ഞാൻ ഫയൽ ചെയ്ത് ഡ്രാഫ്റ്റിലിട്ടു. ഞാൻ എന്നിട്ട് ഒന്നുകൂടെ നമ്മുടെ ഗൈഡ് ലൈൻസ് നോക്കുമ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത്. അപ്പം ഞാൻ ഡ്രാഫ്റ്റ് ഇന്നലെ നൈറ്റിൽ എടുത്തിട്ട് ഞാൻ അതിൽ സ്റ്റാമർ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല. അതായത് ഷിഫ്റ്റ് 3 പ്രാവശ്യം ഡോളർ പ്രസ് ചെയ്യാനല്ലേ പറഞ്ഞത്, പക്ഷെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ സ്റ്റാമർ എനിക്ക് കിട്ടുന്നില്ല. ടാഗ് കിട്ടുന്നില്ലെന്നാണോ? സ്റ്റാമർ ടാഗ് കിട്ടുന്നില്ല? അതെ, സ്റ്റാമർ ടാഗ് കിട്ടുന്നില്ല. പേരെന്താ പറഞ്ഞ? സരിത അല്ലേ? സരിത. അതെ. ഗുഡ് ഡേ, എൻ്റെ പാൻ കാർഡ് മോഷ്ടിക്കപ്പെട്ടതിനാൽ എനിക്ക് അതിൻ്റെ റീപ്രിൻ്റ് എടുക്കണം. ഇതിനുള്ള നടപടി സ്റ്റാമർ വരുന്നുണ്ടല്ലോ. സ്റ്റാമർ കിട്ടും. പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരിക്കലും ഒരു ഫയലിന്റെ ലാസ്റ്റ് സ്റ്റാമർ വരാറില്ല. സരിത കേൾക്കുന്നുണ്ടോ? സോറി മാം, കേൾക്കുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് വെച്ചിട്ട് എനിക്ക് കിട്ടാൻ തോന്നി ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടും ചെയ്തു, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. ഇല്ല, അങ്ങനെ ഒരു ടാഗ് ആയിട്ട് കിട്ടാതിരിക്കൂലേ? ഇതേപോലെ സെലക്ട് ടാഗ് ഇങ്ങനെയെല്ലാം വന്നിട്ടുണ്ടോ? ഇല്ല, അതും വന്നില്ല. ഈ താഴെ ഒന്നും വന്നില്ല. അപ്പൊ ഒരു കാര്യം, നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഷിഫ്റ്റ് പിന്നെ 3 ടൈംസ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് 3 ടൈംസ് ഡോളർ സിംബൽ കൊടുക്കുക. പക്ഷെ നമ്മളെ സ്ക്രീനിൽ ഡോളർ സൈൻ വന്നു 3 പ്രാവശ്യം വന്നപ്പോ ഇതേപോലെ കാണുന്നുണ്ടോ? എന്റെ സ്ക്രീനിൽ കാണുന്ന പോലെ കാണുന്നുണ്ടോ? ഇല്ല, കണ്ടില്ല. അപ്പോ നിങ്ങൾ പ്രസ് ചെയ്തില്ല. അപ്പം ഒരു കാര്യം ചെയ്യണം സരിത, ഇനി നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് എന്നെ ഇൻഫോം ചെയ്യുക. സോ നമുക്ക് ഞാൻ സി എന്താ സരിത പ്രോബ്ലം ചെയ്യുന്നത്. ഞാൻ ലോഗിൻ ചെയ്യുന്നത് മിക്കവാറും 10 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും. അപ്പോൾ ബുദ്ധിമുട്ടാവും. ജസ്റ്റ് ലൈക്ക് ഒരു തവണ ലോഗിൻ എന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക. ഓക്കെ, ഞാൻ അപ്പം സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. എന്താണ്? ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് റീഡ് ഫയൽസ് ആണ്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എക്സ്റ്റംബർ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന റീഡ് കഴിഞ്ഞിട്ട് എക്സ്റ്റംബർ നിങ്ങൾ വിചാരിക്കുന്നത് റീഡ് നമുക്ക് ഈസി അല്ല. റീഡാണ് നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത്. എക്സ്റ്റംബർ കുറച്ചും കൂടി ടഫ് ആയിരിക്കും. എക്സ്റ്റംബർ ഫയൽസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഒരു ഫസ്റ്റ് സെഗ്മെന്റ് നമ്മൾ കേൾക്കുമ്പോഴേ അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്തിനെ കുറിച്ചാണോ പറയുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണയോട് കൂടി ഫയൽ ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്റ്റംബർ ഫയൽസ് എന്നൊക്കെ പറയുമ്പോൾ ഡ്യൂറേഷൻ കൂടുതലായിരിക്കും, അതേപോലെ സെഗ്മെന്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾ സ്പേസ് ഒക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഫയലിന്റെ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അവർ അത് നിങ്ങൾക്ക് തന്നെ അത് റിവൈസ് ചെയ്യും ഫയൽസ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ? സെഗ്മെന്റ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗായത്രി, നമ്മൾ ജസ്റ്റ് എക്സ്റ്റംബർ ഫയൽസ് നമ്മൾ പഞ്ച്വേഷൻസ് യൂസ് ചെയ്യത്തില്ലല്ലോ. ഇല്ല. സോ മേക്ക് ഷുവർ ഇപ്പം വരെ നിങ്ങൾ പഞ്ച്വേഷൻ ഫുൾ സ്റ്റോപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു.
ഇനിയും എക്സ്റ്റെൻഷൻ ഫയൽ വന്നു കഴിഞ്ഞാൽ പഞ്ച്വേഷൻസ് യൂസ് ചെയ്യല്ലേ. മനസ്സിലായല്ലോ? ജസ്റ്റ് റീഡ് ഫയൽസിൽ മാത്രമേ നമ്മൾ പഞ്ച്വേഷൻസ് യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ ആണല്ലോ? ആൻഡ് ഫോർ എക്സാമ്പിൾ ഗായത്രി, ഇഫ് ചില കേസസിൽ ലൈക്ക് ഒരു നമുക്ക് 10 സെഗ്മെന്റ്സ് ഉണ്ട്, പക്ഷെ അത് 7 സെഗ്മെന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മൾ സ്വന്തമായിട്ട് സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണോ? ഇഫ് അങ്ങനത്തെ ചെയ്യണം. എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഇഷ്യൂ വരാറുണ്ട്. അങ്ങനത്തെ ഇഷ്യൂ വന്നാൽ ഒന്ന് നിങ്ങൾ സെഗ്മെന്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ടാസ്ക് ഐ ഡി ഇല്ലേ, ഈ കാണുന്ന ഐ ഡി ഇൻഫോം ചെയ്താൽ മതി. ജസ്റ്റ് ഒരു തവണ ബിക്കോസ് ഇവർക്ക് അറിയില്ല ഇങ്ങനെ സെഗ്മെന്റ്, ജസ്റ്റ് ഒരു തവണ കാണിച്ചു കൊടുക്കാം ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. സെഗ്മെന്റ്സ് അറിയാമല്ലോ, യു ഓൾ നോ റൈറ്റ് സെഗ്മെന്റ്സ് എന്താണ്? സെഗ്മെന്റ്സിനെ കുറിച്ച് അറിയാലോ. അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യരുത്. ഇപ്പൊ ഇതിൽ സെഗ്മെന്റ് ഇല്ല, ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫയൽ മൊത്തത്തിൽ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യുക. ഇല്ല ഒരു 2-3 സെഗ്മെന്റ് എങ്ങനെ ക്രിയേറ്റ് അല്ലാതെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ റീഡ് ഫയൽസിൽ തന്നെ ഓവർലാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കരുത്. നമ്മൾ സെഗ്മെന്റ് ഈ പോയിന്റിൽ മൗസ് വെച്ചിട്ട് ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ സെഗ്മെന്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെലക്റ്റിൽ പോയിട്ട് സ്പീക്കർ 0 സെലക്ട് ചെയ്യുക. കണ്ടോ? പിന്നെ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ പറയണം, നിങ്ങൾ സെഗ്മെന്റ് ഓവർലാപ്പ് ഒന്നും ചെയ്യരുത്. അതൊക്കെ വളരെ ഇഷ്യൂ ആവും. അതുകൊണ്ട് ഗായത്രി, അത് ഞാൻ മിസ് ചെയ്തായിരുന്നു. എനിക്ക് ജസ്റ്റ് കൻ യു ടെൽ മീ ദ നെയിം, ഏത് ഐഡിയ ഓവർലാപ്പ് ചെയ്തത്? ഒരു സെക്കൻഡ്. ആൻഡ് ഇഫ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് സെഗ്മെന്റ്സിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോവല്ലേ, ജസ്റ്റ് ഇൻഫോം ചെയ്യുമോ, അത് ഞങ്ങൾ റിസോൾവ് ചെയ്ത് തരാം. ഇഫ് യു ഡോണ്ട് നോ, ഡോണ്ട് ട്രൈ. വൺസ് ജസ്റ്റ് ലെറ്റ് us know, ഞങ്ങൾ അത് ചെയ്ത് തരാം നിങ്ങൾക്ക്. ബട്ട് ഡോണ്ട് ട്രൈ anything from your side. Just a ID പറഞ്ഞു തരാം, because I don't know like who did it and why did it. So ഞാൻ ഫീഡ്ബാക്ക് കൊടുത്ത സമയത്ത് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ശുഭയ്ക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രീതി ആ സമയത്ത് മീറ്റിംഗിൽ ഉണ്ടായിരുന്നല്ലോ. ഡു യു നോ വിച്ച് ID നമ്മുടെ ടീമിൽ ആയിരുന്നോ പ്രീതി? I guess they have shown Nabil's ID. Okay. Just overlap. Okay, I don't know. നിങ്ങൾ എന്തിനാ overlap? Why is it happening? ആ ഒരു read files, you don't even have to touch it. I don't know why are you touching it? Why are you exploring it? ചെയ്യേണ്ട വർക്ക് ചെയ്താൽ മതിയല്ലോ. നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്തിനാ ഇങ്ങോട്ടും അങ്ങോട്ടും തിങ്സിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നു? സോ എക്സ്റ്റെമ്പർ ഫയൽസിൽ ഇങ്ങനത്തെ കേസസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇഫ് ഒരു 7-8 സെഗ്മെന്റ്സ് ഉണ്ടായിരിക്കും, ബൈ ചാൻസ് ഒരു 7-8 സെഗ്മെന്റ്സ് ഉള്ള ഫയലാ, അത് ഈ 8ാമത്തെ സെഗ്മെന്റ് ക്രിയേറ്റഡ് ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, യു ഇൻഫോം us. ആൻഡ് സെഗ്മെന്റ് ഇഫ് യു ആർ ക്രിയേറ്റിംഗ്, ഈ വേവ് ഫോം കാണുന്നുണ്ടല്ലോ സ്ക്രീനിൽ, വേവ് ഫോം ആ ഒരു സൗണ്ട് സ്റ്റാർട്ട് ആവുന്ന ഇൻഡിക്കേഷൻ. സോ വേർ ദ വേവ് ഫോം സ്റ്റാർട്ട്സ്, അവിടെ ആയിരിക്കും ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ഈ ഹോൾ ഓഡിയോ ഈ ബ്ലാങ്ക് ലൈൻ ഉണ്ടല്ലോ, ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ദർ ഇസ് നോ സൗണ്ട്. ആസ് സൂൺ ആസ് എ വേവ് ഫോം ക്രിയേറ്റ് മോളിലോട്ട് പോകുന്നു, സോ ദാറ്റ് മീൻസ് ഒരു സൗണ്ട് വരുന്നുണ്ട്. സോ വി ക്രിയേറ്റ് സെഗ്മെന്റ്സ് ലൈക്ക് ദിസ്. മനസ്സിലായല്ലോ? വേവ് ഫോം സ്റ്റാർട്ട് ആവുന്ന സ്ഥലത്തും എൻഡ് ആവുന്ന സ്ഥലത്തും. So that's how segments are created. You're okay with it, right? And Gayatri, just one more doubt. If your extempore files ചെയ്യുന്നുണ്ട്, ഒരു 8 സെഗ്മെന്റ്സ് ഉണ്ട്, ഇവർക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, സോ ഇവർക്ക് രണ്ടാമത്തെ സെഗ്മെന്റ് അവിടെ വിട്ടിട്ട് ടെക്സ്റ്റേഴ്സ് can they continue with the third segment? അവർക്ക് മൂന്നാമത്തെ സെഗ്മെന്റ് ചെയ്യാവോ, അതോ വെയിറ്റ് ചെയ്യണോ അവര്? ഇല്ല, ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാത്ത സെഗ്മെന്റുകൾ ഈ റെഡ് കളറിൽ കാണിക്കും. ഈ കാണുന്നില്ലേ, ഏറ്റവും ഫസ്റ്റിൽ കാണുന്നില്ലേ? ഇപ്പൊ ഫസ്റ്റ് സെഗ്മെന്റ് ചെയ്തിട്ടില്ല, ബാക്കി സെഗ്മെന്റുകളെല്ലാം ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ഫസ്റ്റ് സെഗ്മെന്റിന് ഇതാണ്. ഈ റെഡ് കളറിൽ ഒരു ബോക്സ് കാണുന്നില്ല ഏറ്റവും ഫസ്റ്റ് നോട്ട്സിന്റെ താഴെയായിട്ട്? കാണുന്നില്ല? കാണുന്നുണ്ട്. ആ ഓക്കെ, പറഞ്ഞോ. ഇത് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഹലോ മാം. സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചില്ലേ, ആരാണ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തതെന്ന്? അഞ്ജു എന്ന് പറയുന്ന ഐ ഡിന്നാണ് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തത്. ഹലോ മാം. പറഞ്ഞോ. ഹലോ. നമുക്ക് മാക്സിമം 5 ഫയൽ വരെ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ഞാനിത് അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചത്. അതുകൊണ്ട് 5 ഫയൽ ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഞാൻ എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിലും വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അല്ലാതെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി. പക്ഷെ അതിന് റിപ്ലൈ തന്നില്ല. പക്ഷെ ഞാൻ ഇന്നലെ വരെ 5 ഫയലാണ് ചെയ്ത് അപ്ലോഡ് ഡ്രാഫ്റ്റിൽ ഇട്ടിട്ടുള്ളത്, ഇന്നലെ മിനിഞ്ഞാന്ന്. അത് ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷെ ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിച്ചു. അതെ സർ, അതായത് നമുക്ക് ഒരു ദിവസം ഒരു ഷിഫ്റ്റിന് നമുക്ക് മാക്സിമം 5 ഫയലേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയുണ്ടോ? അതായത് നമ്മള് 10 files you can, but you have to complete it, right? പക്ഷേ just because ഒരു വിസ്കോം 10 files, that's why we are telling. ഇപ്പം read file it was not an issue because 10 seconds കൊണ്ട് ഫയൽ ചെയ്യാറുണ്ട്. പക്ഷേ പിന്നെ എക്സ്റ്റെൻഡർ നമ്മുടെ എടുക്കാൻ പോകുമ്പോൾ 4 മിനിറ്റിന്റെയോ 5 മിനിറ്റിന്റെ ഫയൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ 10 ഫയൽസ് എടുത്തു കഴിഞ്ഞാൽ you know how much time it is going to take you. So that's why 5 ഫയൽസ് ഫുൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷെ നിങ്ങൾ 10 ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ you have to complete ആ 10 ഫയൽസ്. ഓക്കെ സർ, താങ്ക് യു. ഈ അറ്റൻഡൻസ് പേപ്പറിൽ ഒരു ആക്റ്റീവ് ഇനാക്റ്റീവ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതെന്താ? ഈ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പള്ളികളിലൊക്കെയുള്ള നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഇനാക്റ്റീവ് നമ്മൾ ഫിൽ ചെയ്യേണ്ട കാര്യമില്ല, അത് ക്ലയന്റ് സൈഡിൽ നിന്ന് ഫിൽ ചെയ്തോളൂ. ക്ലിയർ ആയില്ല. ആക്റ്റീവ് ഇനാക്റ്റീവ് നമ്മുടെ സൈഡിൽ നിന്ന് ഫിൽ ചെയ്യേണ്ട കാര്യമില്ല, അത് ക്ലയന്റ് സൈഡിൽ നിന്ന് ഫിൽ ചെയ്തോളൂ. Active and active actually is because ആ സമയത്ത് നമ്മൾ ഐ ഡി യൂസ് ചെയ്യാനുണ്ടോ ഇല്ലയോ എന്ന്. സോ നിങ്ങൾ അതിന്റെ കാര്യമില്ലല്ലോ, നിങ്ങൾ ജസ്റ്റ് അറ്റൻഡൻസ് ഇട്ടാൽ മതി. അത് ഡസന്റ് ബോദർ യു. ആ സമയത്ത് ഐ ഡി ആക്റ്റീവ് ആണോ, ആ സമയത്ത് ഐ ഡി യൂസ് ചെയ്യാനുണ്ടോ? നിങ്ങൾക്ക് ഒരു ടൈം ഫിൽ ചെയ്തില്ലയോ? 10 AM നിങ്ങൾ ഫിൽ ചെയ്തു, അപ്പം 10 മുതൽ 12 നിങ്ങൾ ലോഗ് ഔട്ട് ടൈം ഇട്ടിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ആക്റ്റീവ്. സോ ദാറ്റ്സ് വൈ അത് ആക്റ്റീവ് കാണിക്കും. പക്ഷെ നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് ടൈം ഇട്ടു 11:30, അപ്പം 11:35 ആകുമ്പോൾ അത് ഇൻആക്റ്റീവ് എന്ന് കാണിക്കും. സർ, സരിത, ആ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാമോ? അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ ടീമിലുള്ള മെമ്പേഴ്സ് എന്നെ മെസ്സേജ് അയക്കുമോ നിങ്ങളുടെ ടൈം, ഞാൻ ഐ വിൽ ഫിൽ ഇറ്റ് ഫോർ യു. നിങ്ങൾ ബൈ ചാൻസ് ലോഗിൻ ചെയ്യുന്നുണ്ട് ഒരു 9 മണിക്ക് എന്നെ ഇൻഫോം ചെയ്യും, സർ എന്റെ അറ്റൻഡൻസ് ഫിൽ ചെയ്യാമോ, 9 മണിക്ക് ഞാൻ ലോഗിൻ ചെയ്യാൻ പോവാം. മനസ്സിലായോ? ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ഈ അറ്റൻഡൻസ് ഫിൽ ചെയ്യേണ്ട കാര്യം ഇതെല്ലാം നമുക്ക് നമ്മുടെ മീറ്റിൽ ക്ലിയർ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അത് വട്ടനിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, ജസ്റ്റ് എന്നെ ടെക്സ്റ്റ് മെസ്സേജ്, എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും, ഞാൻ ഫിൽ ചെയ്തോളാം. എന്റെ ടീമിലുള്ള ആളുകൾ. പിന്നെ ഒരു ഡൗട്ട്, നമ്മൾ ചെയ്യുന്നതൊക്കെ ഡ്രാഫ്റ്റിലാണല്ലോ സേവ് ചെയ്യുന്നത്, അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? സോ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഫീഡ്ബാക്ക് കിട്ടിയല്ലോ, നിങ്ങൾ ചെയ്ത മിസ്റ്റേക്സ് വി ഹാവ് ടോൾഡ് യു, റൈറ്റ്? അതെല്ലാം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഗായത്രി നൗ ക്യാൻ ദേ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാവോ? ബിക്കോസ് ഐ തിങ്ക് എൻ്റെ ടീമിലുള്ള ഫസ്റ്റ് ഡേ വെൻ യു സെൻഡ് മീ ദ ഡൗട്ട് ഐ ഹാവ് ഇൻഫോം ദം ആൻഡ് ഇവരെല്ലാവരും കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശുഭ മാം അന്ന് പറഞ്ഞായിരുന്നു ഇപ്പം ഡ്രാഫ്റ്റ് സേവ് ചെയ്താൽ മതി. സോ നൗ നമുക്ക് സബ്മിറ്റ് ചെയ്യാവോ അതോ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന ഫയൽസ്?
ഡ്രാഫ്റ്റിലുള്ളത് നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറെ ഇത് പറഞ്ഞല്ലോ, ഇഷ്യൂസ് പറഞ്ഞല്ലോ, അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഇപ്പം എന്റെ ടീമിലുള്ള ആൾക്കാർ നിങ്ങളെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണ ഗോ ത്രൂ ചെയ്യുക വൺസ് മോർ. നിങ്ങൾ ഷുവർ ആയി കഴിഞ്ഞാൽ ആ ഫയൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ബിക്കോസ് ഒരു തവണ ഫയൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ അത് റിവ്യൂവേഴ്സിന്റെ അടുത്ത് പോകും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ഒരു ക്വാളിറ്റി ഒരു പെർസെന്റിന്റെ താഴെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രോബ്ലം ആവും. സോ ദാറ്റ്സ് വൈ ഞങ്ങൾ വി വർ ആസ്കിങ് യു ടു സേവ് ഇൻ ഡ്രാഫ്റ്റ്സ്. ഇപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ബിക്കോസ് യുവർ ഫസ്റ്റ് ടൈമേഴ്സ്, ദാറ്റ്സ് വൈ ഇത്രയ്ക്ക് പ്രിക്കോഷൻസ് എടുത്തു വരുന്നത്. ഇനി നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ കൺഫേംഡ് ആണോ, ഒരു മിസ്റ്റേക്ക് പോലും ഇല്ല, ഡ്രാഫ്റ്റിലുള്ള ഫയൽസ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഹലോ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞു. ഹലോ ജയ, ഐ എം സരിത സർ. ഐ എം some very emergency and so now I am leaving the meeting. Okay sir? okay. Okay, thank you. If anybody has any other doubts ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം in the tool ശൂന്യ ടൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ചെയ്ത ഫയൽസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഡൗട്ടും കൂടെ, നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇത് വരുമ്പോഴേ കാറ്റിന്റെ ശബ്ദം കേൾക്കും. അതിന് നമുക്ക് ടാഗായിട്ട് ഒന്നുമില്ല. അപ്പൊ അവിടെ നോയ്സ് കൊടുത്താൽ മതിയോ? നോയ്സ് ടാഗ് കൊടുത്താൽ മതി. നമുക്ക് എന്താണ് സൗണ്ട് എന്നുള്ളത് നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിലും നോയ്സ് ടാഗ് കൊടുക്കാം. അല്ല, നമുക്ക് വ്യക്തമായിട്ട് അറിയാം അത് കാറ്റിന്റെ ശബ്ദമാണ്. എന്തോ ഫാനിന്റെ അടുത്ത് ഇരുന്നിട്ടായിരിക്കും വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. ചില ഒരു സൗണ്ട് ഉണ്ട്, നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ഒരു പൂച്ചയുടെ ശബ്ദ, പക്ഷെ അതിന്റെ ടാഗ് ഇല്ല. നമുക്ക് അപ്പം വി ക്യാൻ ഗിവ് നോയ്സ് ടാഗ് ബിക്കോസ് ആ ടാഗ് ഇല്ലല്ലോ. ഇഫ് ആ ഒരു ടാഗ് ഉണ്ട്, ലെറ്റ്സ് സേ ഒരു പട്ടി പാർക്കുക, അതിന്റെ ടാഗ് ഉണ്ട് ഡോഗ് പാർക്കിംഗ്, സോ ആ ടാഗ് ഇടാം. ആ ടാഗ് ഇഫ് ഇല്ലെങ്കിൽ നമുക്ക് നോയ്സ് ടാഗ് ഇടാം. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്ഷൻ, റൈറ്റ്? അപ്പം നോയ്സ് ടാഗ് ചില സമയങ്ങളിൽ ഹോൺ അടിക്കണ സൗണ്ട്, അതേപോലെ തന്നെ കുട്ടികളെ കരയണ സൗണ്ട്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ വേർഡിന് ശേഷമാണ് സൗണ്ട് കൊടുക്കേണ്ടത്, അതോ മൊത്തം ആ സെഗ്മെന്റിന്റെ അവസാനത്തിൽ മാത്രം കൊടുത്താൽ മതിയോ? ആ വേർഡിന്റെ ഇടയ്ക്ക് ആ വേർഡ് പറയുന്ന ബാക്ക്ഗ്രൗണ്ടിലാവുമ്പോ ആ വേർഡ് കഴിഞ്ഞ കൊടുത്താൽ പോരെ? See your word complete. If I am speaking right now, my name is Jason. പക്ഷെ നെയിമും എസിന്റെ ഇടയ്ക്ക് ഒരു സൗണ്ട് ആയിരിക്കുമല്ലോ വരുന്നത്. സോ അതിന്റെ ഇടയ്ക്ക് കൊടുക്കുക. പിന്നെ ചില വേർഡ്സുകൾ ഇങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് വീണ്ടും എടുത്തു പറയാലോ, ഒരു കംപ്ലീറ്റ് ആവാതെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന രൂപം ഉണ്ടാവാറുണ്ടല്ലോ. ഹെസിറ്റേഷൻ ടാഗ് കൊടുക്കുക. ഗായത്രി ഹെസിറ്റേഷൻ ഇല്ല. ഐ എം സോറി ഇഫ് ഐ എം റോങ്. വിക്കി സംസാരിക്കുന്ന, അതായത് വിക്കി പറയുമ്പോൾ സ്റ്റാമർ യൂസ് ചെയ്യുക. വിക്കി പറയുന്ന ഇപ്പൊ എന്താണ് അങ്ങനെയുള്ള എന്ന് പറഞ്ഞു വരുമ്പോ എന്ന് പറയുന്നില്ലേ, അവര് വിക്കി പറയുന്ന ആ ഒരു ലെറ്റർ, ഓക്കെ, ഒരു ലെറ്റർ ആണ്, ഒരു അക്ഷരത്തിനാണ് പറയുന്നത്. ആ ഒരു അക്ഷരം നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, അതിന് പകരം സ്റ്റാമർ കൊടുത്തിട്ട് നെക്സ്റ്റ് അവർ പറഞ്ഞു തുടങ്ങുന്നത് തൊട്ട് ടൈപ്പ് ചെയ്ത് പോവുക. ഇപ്പൊ ചില വേർഡുകള് പറയണ സമയത്ത് ആ വേർഡ് അല്ലാതെ വേറെ വേർഡായിരുന്നു ഉദ്ദേശിച്ചത്, അപ്പൊ ഉദ്ദേശിച്ച് മാറ്റിയിട്ട് പിന്നെ വേറെ വേർഡിക്ക് ചാടുമല്ലോ. ഇപ്പൊ ചിലര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അങ്ങനെ പറയുന്നു. അപ്പൊ അത് നമ്മൾ അതേപോലെ ടൈപ്പ് ചെയ്യല്ലോ, സ്റ്റാമറിംഗ് ഇല്ലല്ലോ. ഇല്ല, അതേപോലെ ടൈപ്പ് ചെയ്യാം. കാരണം ആ വേർഡ് വരുന്നുണ്ടല്ലോ, പകുതിയോളം വേർഡ് വരുന്നില്ലേ, വേർഡ് വരുന്നുള്ളപ്പോ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ പറയല്ലോ, ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്നുള്ളതിന് പകരം ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് US എന്ന് പറഞ്ഞു. അത് വിക്കി പറയുന്നതല്ലല്ലോ. അപ്പൊ പറഞ്ഞ യുണൈറ്റഡ് എന്നുള്ളതും ടൈപ്പ് ചെയ്യണം, USA എന്നുള്ളതും ടൈപ്പ് ചെയ്യണ്ടേ? അതെ, ടൈപ്പ് ചെയ്യണം. നമ്മൾ കേൾക്കുന്ന എല്ലാ വേർഡ്സുകളും അങ്ങനെ ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മൊത്തം ടൈപ്പ് ചെയ്യണം. അതെ. വിക്കി പറയുന്ന ആ ഒരു അക്ഷരം മാത്രം നമുക്ക് സ്റ്റാമർ കൊടുത്തിട്ട് അതിന് ശേഷമുള്ള വാക്ക് ടൈപ്പ് ചെയ്യുക അല്ലേ മാഡം? അതെ. ഓക്കെ.
അതേപോലെ ചിലതൊക്കെ വേറെ ഡൗട്ട്? ചിരിച്ചിട്ടാ പറയണേ, അപ്പൊ എന്ത് ചെയ്യാ? എന്താണ്? ചിരിച്ച് പറയുമ്പോ എന്ത് ചെയ്യാ? ചിരിച്ചിട്ടാണ് ഓരോ വാക്ക് പറയുന്നത്. അപ്പൊ ചിരിക്കുന്നതിനുള്ള ടാഗ് ഉണ്ട്. ആ ടാഗ് കൊടുത്തിട്ട് അവർ ചിരിക്കുന്നത്, അവർ ചിരിച്ച് പറയുന്നതിലല്ല കാര്യം. അവർ ചിരിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടാഗ് കൊടുക്കുക. ടാഗ് കൊടുത്തിട്ട് അവരെന്താണോ പറയുന്നത് ടൈപ്പ് ചെയ്യുക. മാം സംസാരിക്കുന്ന ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുമ്പോൾ അതിനെന്താണ് ടാഗ് കൊടുക്കേണ്ടത്? അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു വാക്ക് ഇപ്പൊ അങ്ങനെയുള്ള എന്ന് പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ട് നിന്നിട്ട് അടുത്ത അനുഭവ ഇങ്ങനെ പറയണോ? അപ്പൊ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അങ്ങനെ ഗ്യാപ്പ് വരുന്നതിൽ നമുക്ക് ഒരു ടാഗോ അങ്ങനെ ഒന്നുമില്ല. ഗ്യാപ്പിൽ ഹെസിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും നോയ്സോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം ടാഗ് കൊടുക്കുക. ഇല്ല അത് സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്നും ആഡ് ചെയ്യേണ്ട. അടുത്ത് അവരെന്താണ് പറഞ്ഞു തുടങ്ങുന്നത് അത് മുതൽ ടൈപ്പ് ചെയ്യുക. മാം പിന്നെ ഒരു ഡൗട്ട് കൂടെ, നമ്മൾ ഈ സെഗ്മെന്റ് ഓവർലാപ്പ് അതെങ്ങനെയാണ് മാഡം ആവുന്നത്? എൻ്റെ അല്ലേ പറഞ്ഞത് സെഗ്മെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന്? സെഗ്മെന്റ് ഓവർലാപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ ഈ സെഗ്മെന്റിന്റെ കൂടെ എക്സ്ട്രാ ഒരു സെഗ്മെന്റ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ ഉണ്ടായിരുന്നു. അതായത് ഈ സെഗ്മെന്റിന്റെ മണ്ടയിൽ അടുത്തൊരു സെഗ്മെന്റ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സെഗ്മെന്റ് ഇത് ഓവർലാപ്പ് ആയി പോകും. അപ്പൊ നിങ്ങൾ ഈ സെഗ്മെന്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ഥലത്തോട്ട്, അതായത് സെഗ്മെന്റിലോട്ട് മൗസ് പോയിന്റ് കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അങ്ങനെ വരുമ്പോൾ മാത്രം അത് ബൈ കൊടുക്കുക. മിസ്റ്റേക്ക് ആയി പോകുന്നതാണ് അല്ലേ? അതെ, നിങ്ങൾ ഈ സെഗ്മെന്റിന്റെ സൈഡിലോട്ട് വരാതിരിക്കുക. നിങ്ങൾ ഈ സെഗ്മെന്റിൽ ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ലല്ലോ. മാം ഇത് അറിയാതെ സംഭവിച്ചതാണെന്ന് തോന്നുന്നു. നമ്മള് ഓക്കെ, പക്ഷേ നിങ്ങൾ അത് ബൈ ചാൻസ് ബൈ മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ അറിയില്ല. സോ അത് ഞങ്ങളെ ഇൻഫോം ചെയ്യുക. അപ്പം നമുക്ക് കറക്റ്റ് ചെയ്യാമല്ലോ. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പക്ഷെ നിങ്ങൾ മൗസിന്റെ കേഴ്സർ താഴോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ സെഗ്മെന്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ചാൻസ് ഒരു സെഗ്മെന്റ് ക്രിയേറ്റഡ് ഇല്ല, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞ് എക്സ്റ്റംപർ ഫയൽസ് ആയിരിക്കും കിട്ടാൻ പോലെ, അത് ചാൻസസ് ഉണ്ട് ഒരു സെഗ്മെന്റ് ക്രിയേറ്റഡ് ഇല്ല. ഇഫ് ഒരു സെഗ്മെന്റ് ക്രിയേറ്റഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ലെറ്റസ് നോ, ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് തരാം. പക്ഷെ ചില ഫയൽസ് ഒറ്റ ഒരു സെഗ്മെന്റ് പോലും ക്രിയേറ്റഡ് ഇല്ലായിരിക്കും. മേ ബി ചില ഫയൽസ് മേ ബി ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒറ്റ ഒരു സെഗ്മെന്റ് ക്രിയേറ്റഡ് ഇല്ല. ആ ഫയൽ ഞങ്ങൾ ഇൻഫോം ചെയ്യുക. മാഡം ആ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് ഒരിക്കൽ കൂടെ ഒന്ന് കാണിച്ചു തരാമോ? ഇതുപോലത്തെ എക്സ്റ്റംബറിൽ വരേണ്ട കേസുകളാണ് നമ്മൾ ഇപ്പം ഫസ്റ്റ് കേസസിൽ എന്റെ ടീമിലുള്ള ആൾക്കാർ ഫസ്റ്റ് കേസസിൽ ഇപ്പം എക്സ്റ്റംപറി ആരും സ്വന്തമായിട്ട് ഈ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ട, അത് ഇൻഫോം ചെയ്യുക, ഞങ്ങൾ ചെയ്തോളാം ഫോർ സ്റ്റാർട്ടിങ്. ബിക്കോസ് നിങ്ങൾ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ ബാക്കി ബേസിക് കാര്യങ്ങൾ എന്തെങ്കിലും പിന്നെ മിസ്റ്റേക്സ്, നിങ്ങൾ ഈ ബേസിക് കാര്യങ്ങൾ ഞാൻ 10 തവണ എല്ലാ മീറ്റിംഗ് 10 തവണ പറഞ്ഞ കാര്യം ആണ്. നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ആൽഫബറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾ സെയിം കാര്യങ്ങളല്ലോ റിപ്പീറ്റ് ചെയ്ത് ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ സ്പേസ്, സിംഗിൾ സ്പേസ്, ഇത് ഞാൻ എല്ലാ മീറ്റിംഗ് ഈ 3 കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സിംഗിൾ സ്പേസ് ഇടാൻ പാടുള്ളൂ, ഡബിൾ സ്പേസ് ഇടല്ലേ, എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്, എന്താണ് കമാൻഡ്. പക്ഷെ നിങ്ങൾ സെയിം മിസ്റ്റേക്സ് ആ ചെയ്യുന്നത്. സോ ഈ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്താൽ മാത്രം മതി. സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണോ, അതെന്തെങ്കിലും ഒരു എക്സ്ട്രാ ഇഷ്യൂ വരുവാണോ ഞങ്ങൾ ഇൻഫോം ചെയ്യുക, ഞങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. പക്ഷെ ഈ ബേസിക് കാര്യങ്ങൾ ഇന്ന് കിട്ടിയ ഫീഡ്ബാക്ക്, നമ്പേഴ്സ് യൂസ് ചെയ്യല്ലേ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് യൂസ് ചെയ്യല്ലേ, സിംഗിൾ സ്പേസ് പാടുള്ളൂ, സെഗ്മെന്റിന്റെ സ്റ്റാർട്ടിംഗ് സ്പേസ് വിടാൻ പാടില്ല, സെഗ്മെന്റ് കഴിഞ്ഞ സ്പേസ് വിടാൻ പാടില്ല. ഈ കാര്യങ്ങൾ ഇനിയും റിപ്പീറ്റ് ആയി കഴിഞ്ഞാൽ then we will talk. Because if this was your first time, this was your first feedback me, okay, understood, പക്ഷെ ഇത് കഴിഞ്ഞ് ഇത് പാടില്ല. ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ടൂളിൽ?
If you have any ഒരു doubt. ചെറിയ ഡൗട്ട്, നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വോയിസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, ഇടയ്ക്ക് ഒരു വാക്ക് അവർ വിഴുങ്ങിയത് നമുക്ക് ആ ശബ്ദം കേൾക്കണുണ്ട്. അവിടെ എന്തെങ്കിലും ടാഗ് യൂസ് ചെയ്യണോ അതോ അത് അവിടെ വിട്ടാ മതിയോ? എനിക്ക് മനസ്സിലായില്ല. അതായത് അവര് പറയുന്ന ആ വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, അവരാ വേർഡ് ഇപ്പൊ എന്റെ ഏതോ ഒരു ഫയലിൽ 14 ഉണ്ടായിരുന്നു, 14 എന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി അത് വിഴുങ്ങി എന്ന് വെച്ചാല് അത് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അത് സ്വാലോ ചെയ്തതുപോലെ. പക്ഷെ സ്വാലോയിങ് അല്ല, അത് 14 അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യണ്ടേ? അങ്ങനെ വരുമ്പോ For നമ്മളത് example, പറഞ്ഞിട്ടില്ലെങ്കിൽ അത് sorry. ടൈപ്പ് ചെയ്യണ്ട. അതായത് അവിടെ 14 എന്ന് വരുമെന്ന് എനിക്കറിയാം, പക്ഷെ അവിടെ ആളത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യണ്ട. ഇപ്പം 14 പറയുന്നെങ്കിൽ ആ 10 അവിടെ സ്റ്റാമർ യൂസ് ചെയ്യണോ അതോ 10 എഴുതണോ? സ്റ്റാമർ ഒരു വേർഡിന്റെ പകുതി അവർ പറയണം. അതായത് സർവകല, അതായത് അത് ഫുൾ ഒരു വേർഡാണ് സർവകല. സോ സർവകലാശാല, സോ ആ പകുതി നമ്മൾ എഴുതണം. ഇത് സ്റ്റാമർ മതി. ഓക്കെ. വേറെ ഡൗട്ട്സ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഹലോ സർ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹലോ, ഇപ്പൊ നമ്മള് ഫോൺ നമ്പർ ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും 91 അങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് 1 സ്പേസ് വിട്ടിട്ടാണ് കൊടുക്കേണ്ടത്. അത് ആ നമ്പർ ഫുള്ളായിട്ട് പറയുമ്പോഴത്തേക്കും ആ സ്പേസ് കൊടുക്കാതെ എഴുതണം. ഹലോ ദിവ്യ, ഒന്നുകൂടി പറയൂ. അതായത് ഈ ഫോൺ നമ്പേഴ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും 91 48 ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എങ്ങനെ സ്പേസ് കൊടുക്കണോ ഇടയ്ക്ക്? 98 സ്പേസ് 94 സ്പേസ് അങ്ങനെ 9 4 9 5 പറയുകയാണെങ്കിൽ 9 സ്പേസ് 4 സ്പേസ് 9 സ്പേസ് 5. അത് 5 എന്നാണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യണം, 5 എന്നാണെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യണം. അവരെങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതായത് ഇത് മുഴുവനും വേർബാറ്റിമാണ്. അവരെന്താണോ പറയുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ അത് ഓരോ വേർഡ് വരുമ്പോഴും നമ്മൾ സ്പേസ് കൊടുക്കണം. അബ്രിവിയേഷന് മാത്രമേ സ്പേസ് ഇല്ലാത്തുള്ളൂ. അതായത് നാസ എന്ന് പറയുന്ന അവിടെ നമ്മൾ ഒരുമിച്ച് എഴുതും നാസ എന്ന്. ഇപ്പോൾ NASA എന്ന് പറയുകയാണെങ്കിൽ അതും നാസ തന്നെയാണ്. നാസയുടെ അബ്രിവേഷൻ ഉള്ള ഒരു വേർഡാണ് അത്. ഒരു വേർഡിനെയാണ് അവരത് അറിയാതെ പറയുന്നതാണ്. ഇപ്പോൾ പാൻ എന്ന് പറയാൻ PAN എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലാതെ PAN എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ PAN നിൽ എന്ന് പറയുകയാണെങ്കിൽ PAN നിൽ, അതായത് ആ എന്നുള്ളതിൽ അവിടെ നിൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒറ്റ വേർഡാക്കി അതിനെ മാറ്റാം. അവിടെ സ്പേസ് പാടില്ല. അതേപോലെ ടാഗുകൾ കൊടുക്കുമ്പോൾ ടാഗിന്റെ ഫ്രണ്ടും ബാക്കും സ്പേസ്, ഒരു സിംഗിൾ സ്പേസ് വേണം. ഏത് ടാഗ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു സിംഗിൾ സ്പേസിന് ശേഷം മാത്രമേ തുടങ്ങാനും പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു വേർഡിന് അപ്പുറത്താണ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പേസ്, സിംഗിൾ സ്പേസ് കൊടുത്തിട്ട് വേണം ടാഗ് കൊടുക്കാൻ. അബ്രിവേഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? മാം എന്താ പറഞ്ഞേ? ഒരു ഡൗട്ട് മാഡം, ഇപ്പൊ പറഞ്ഞല്ലോ സിംഗിൾ സ്പേസ് കൊടുക്കണമെന്ന്. പക്ഷെ പെർസിസ്റ്റന്റ് വോയിസിൽ നമ്മൾ ഒരു പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നതിന് അവിടെ ഒരു സ്പേസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പെർസിസ്റ്റന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പെർസിസ്റ്റന്റ് ടാഗ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് സ്പേസ് കൊടുക്കത്തില്ല, ടാഗ് കഴിഞ്ഞ് സ്പേസ് കൊടുക്കും. ദെൻ ദ വേർഡ് എന്താ അവർ പറയുന്നത് ഫുള്ള് കണ്ടിന്യൂ ചെയ്ത് എൻഡ് ചെയ്യുന്ന സമയത്ത് എൻഡ് ചെയ്യുന്ന മുമ്പേ നമ്മൾ സ്പേസ് കൊടുക്കും. ദെൻ പെർസിസ്റ്റന്റ് ടാഗ് അത് കഴിഞ്ഞ് സ്പേസ് ഇല്ല, പെർസിസ്റ്റന്റ് ടാഗിന്റെ കേസിൽ മാത്രം. പക്ഷെ ബാക്കി ഏതെങ്കിലും ടാഗ് ആണെങ്കിൽ വേർഡ്സിന്റെ ഒരു സെന്റൻസിന്റെ ഇടയ്ക്കാണെങ്കിൽ സ്റ്റാർട്ടിങ് ഒരു ടാഗ് കൊടുക്കും, എൻഡിൽ കൊടുക്കും. പെർസിസ്റ്റന്റ് ടാഗിൽ മാത്രം സ്റ്റാർട്ടിങ് വെൻ ദ പെർസിസ്റ്റന്റ് ടാഗ് സ്റ്റാർട്ടിങ് കൊടുക്കത്തില്ല, സ്പേസ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് എൻഡ് ചെയ്യുന്ന മുമ്പേ നമ്മൾ സ്പേസ് കൊടുക്കും. പക്ഷെ
അത് കഴിഞ്ഞ് സ്പേസ് കൊടുക്കത്തില്ല. ഓക്കെ. ഇൻ ദ മിഡിലാണെങ്കിൽ മാത്രം സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഓരോ സ്പേസ് അല്ലേ? അങ്ങനെയല്ല, അതായത് ഒരു ഒരു ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ സിസ്റ്റം നോയ്സ് മാത്രമല്ല, ഇപ്പോൾ ഒരു ഓഡിയോ കേൾക്കുന്നുണ്ട്, ആ ഓഡിയോ വളരെ ക്ലിയർ ആണ്, പക്ഷെ അതിന്റെ ഫസ്റ്റില് ബേർഡ്സ് വാക്കിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അതായത് ബേർഡിന്റെ ഒരു സൗണ്ട് വരുന്നുണ്ട്. ആ സൗണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് വരെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ട്രിം ചെയ്യാം, സെഗ്മെന്റ് ട്രിം ചെയ്യാൻ പറ്റും. ഒന്ന്, അതായത് ഇപ്പൊ ഈ സെഗ്മെന്റിൽ ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന ഈ സെഗ്മെന്റിൽ ചെറുതായിട്ടൊരു വേവ് ഈ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, അതൊരു ബേർഡ്സ് വാക്കിംഗ് ആണെന്ന് വെക്കാം. ആ ബേർഡ്സ് ക്വാക്കിംഗ് ഈ സെഗ്മെന്റിന്റെ ഉള്ളിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സെഗ്മെന്റിനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ബേർഡ്സ് ക്വാക്കിങ്ങിനെ നിങ്ങൾക്ക് കുറയ്ക്കാം. അതായത് സെഗ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് വേണ്ട നമുക്ക് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വാക്ക് സംസാരിച്ചതിന് ശേഷമാണ് ബേർഡ്സ് ക്വാക്കിംഗ് വരുന്നതെങ്കിൽ, അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും ട്രിം ചെയ്യാൻ പറ്റില്ല. കാരണം ആ വോയിസിനകത്ത് തന്നെ വരുന്നുണ്ട് ആ വോയിസ്, അതായത് അവർ പറയുന്നതിന്റെ ഒപ്പം തന്നെ ആ നോയ്സ് വരുന്നതുകൊണ്ട് നമുക്കത് വെട്ടാൻ പറ്റില്ല, അതായത് കുറയ്ക്കാൻ പറ്റില്ല, ട്രിം ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ ടാഗ് നമ്മൾ കൊടുക്കണം, അത് ബേർഡ്സ് ക്വാക്കിംഗ്. അതായത് അവിടെ പെർസിസ്റ്റന്റ് നോയ്സ് അല്ല നമ്മൾ കൊടുക്കുക, അവിടെ എന്താണോ സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആ സൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോയ്സ് ടാഗ് കൊടുക്കാം. നോയ്സ് എന്നൊരു ടാഗ് ഉണ്ട്. ആ വോയിസ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സമയങ്ങളിലൊക്കെ നോയ്സ് ടാഗ് കൊടുക്കുക. അതേപോലെ ഫ്രണ്ടിലും സ്പേസ് പാടില്ല. അതായത് നിങ്ങൾ എന്ത് വേർഡ് എഴുതുകയാണെങ്കിലും ഫ്രണ്ടിൽ ഏറ്റവും ഫസ്റ്റ് എഴുതുന്ന വേർഡിന്റെ ഒപ്പം മുന്നേ സ്പേസ് കൊടുക്കാൻ പാടില്ല, സ്പേസ് ഇല്ലാത്ത ടൈമിൽ. അതേപോലെ ലാസ്റ്റ് നിങ്ങൾ എന്താണോ അവസാനിപ്പിക്കുന്ന ആ വേർഡോട് ചേർന്ന് നിൽക്കണം നിങ്ങളുടെ കേഴ്സർ. മനസ്സിലാവുന്നുണ്ടോ? അത് ക്ലോസ് ചെയ്ത് വിടണം. അത് നോർമലി നിങ്ങൾ കൺട്രോൾ F കൊടുത്ത് ഡബിൾ സ്പേസ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ സ്പേസ് അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പേസ് ബാർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും ഡബിൾ സ്പേസ്. അതേപോലെ സിംഗിൾ സ്പേസും നിങ്ങൾ കൺട്രോൾ F കൊടുത്ത് സിംഗിൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ സ്പേസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത് കാണിച്ചു തരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു വട്ടം കൂടി പറയാം. അതായത് നമ്മൾ കൺട്രോൾ F കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ചെയ്യുന്നതാണ്. കൺട്രോൾ F എന്ന് പറഞ്ഞാൽ ഫൈൻഡിന് കൊടുക്കുന്ന ഒരു കീ ആണ്. ആ മുമ്പും ബാക്കും പറഞ്ഞില്ലേ, ഫസ്റ്റിലും ലാസ്റ്റിലും. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യല്ലോ ഒരു സെഗ്മെന്റിൽ. മാം ഐ തിങ്ക് വോയിസ് ഓഡിയബിൾ ഇല്ല മാമിന്റെ. കളക്ട് ചെയ്യുക, വോയിസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നോയ്സ് ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് ബാക്കിലിരുന്ന ഒരാൾ സംസാരിക്കുന്ന സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. അങ്ങനെയാണ് മോസ്റ്റ്ലി വോയിസുകളും വരുന്നത്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങൾ പെർസിസ്റ്റന്റ് നോയ്സ് എന്തായാലും യൂസ് ചെയ്യണം. കാരണം പെർസിസ്റ്റന്റ് നോയ്സ് ഇല്ലാത്ത ഫയൽസ് ഇല്ല. മേ ബി അത്രയും ക്ലിയർ ആയിട്ട് ഒരു ഫയൽ വന്നാൽ നിങ്ങൾ അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ അതിന് മുന്നേ നിങ്ങൾ സ്പേസ് കൊടുക്കാൻ പാടില്ല, സ്പേസ് പാടില്ല. ആ വേർഡ് ടൈപ്പ് ചെയ്ത് പോവാ. ഏറ്റവും ലാസ്റ്റ് വരുന്ന വേർഡും ഓർ ടാഗ് കിടക്കണം കേഴ്സർ, അവിടെ സിംഗിൾ സ്പേസ് പാടില്ല. ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം സിംഗിൾ സ്പേസ് പാടില്ല, സ്പേസേ പാടില്ല അവിടെ. അത് നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ഫൈൻഡ് ചെയ്യാനാണ് കൺട്രോൾ F കൊടുത്തിട്ട് ഫൈൻഡ് ചെയ്യുക. സിംഗിൾ സ്പേസ് ആദ്യം ഫൈൻഡ് ചെയ്യുക ആൻഡ് ഡബിൾ സ്പേസ് രണ്ടാമത് ഫൈൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എവിടെയൊക്കെ സ്പേസസ് ഉണ്ടോ അതൊക്കെ അവിടെ കാണിച്ചു തരും, എത്ര സ്പേസുകൾ നമുക്ക് എവിടെ എവിടെ ഉണ്ടെന്നുള്ളത്. അത് ഫുൾ ഒരു ഡബിൾ സെഗ്മെന്റ് ഡബിൾ സ്പേസ് ഉണ്ട്, ഡബിൾ സ്പേസ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരും. മനസ്സിലായ? അതേപോലെ റീഡ് ഫയൽസ് ഇപ്പൊ നമുക്ക് ടൈപ്പ്ഡ് ആയിട്ടാ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ന്യൂ മാമിന്റെ വോയിസ് നിങ്ങൾക്ക് ഓഡിയബിൾ ആണ്. അല്ല, ഇടയ്ക്ക് കട്ടാവും. ഗ്രീൻ ടീ എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും, ഗ്രീൻ ടീ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാവും. സോറി മാം, മാമിന്റെ വോയിസ് ഇടയ്ക്ക് കട്ടായി പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അതെ മാം. അതെ. ഓക്കെ. അതായത് ഗ്രീൻ ടീ എന്നൊരു സംഭവം പറയും. ആ ഗ്രീൻ ടീ എന്ന് പറയുന്ന സാധനം മലയാളത്തിലും കൊടുക്കും ഇംഗ്ലീഷിലും കൊടുക്കും. പക്ഷെ ഈ ഇംഗ്ലീഷ് എന്തിനാ കൊടുക്കണമെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഈ വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ അതേ കണ്ടന്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ ചെയ്ത് വരുന്നത്. അതായത് അവർക്ക് മാം വോയിസ് കട്ടായി. മേ ബി അവര് 9, 5, 9, 7 പറഞ്ഞു എന്ന് വെക്കാം.
ചിലവർ വായിക്കുമ്പോൾ 9597 എന്ന് വായിക്കും, ചിലവർ വായിക്കുമ്പോൾ 9795 എന്ന് വായിക്കും, ചിലവർ വായിക്കുമ്പോൾ 9597 എന്ന് വായിക്കും. അത് ഡിപ്പെൻസ് ആ പാർട്ടിസിപ്പൻറ്റിൻ്റെ ആള് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ആ കാര്യങ്ങൾ അവരെന്താണോ പറയുന്നത് അത് അതേപോലെ നമ്മൾ 95 എന്നാണെങ്കിൽ 95 എന്ന് ടൈപ്പ് ചെയ്യാം. 95 സ്പേസ് 97 സ്പേസ് അങ്ങനെ. 9597 പറയണമെങ്കിൽ 9 സ്പേസ് 5 സ്പേസ് കേൾക്കുന്നില്ല. ഇപ്പം പ്രാൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കും. അതിനുശേഷം നമ്മുടെ ആധാർ മാം ഇടയ്ക്ക് മാമിന്റെ പ്രാൻ വോയിസ് നമ്പർ എന്ന് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് ഒരാൾ വായിക്കും പ്രാൻ മാമിന്റെ ഡിസ്കണക്ട് വോയിസ് ആവുന്നുണ്ടോ? ഇടയ്ക്ക് ഫുള്ളി ഡിസ്കണക്ട് ആവുന്നുണ്ട്. ഡിസ്കണക്ട് ആവും. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പം കേൾക്കാം മാം. ഓക്കെ, അതായത് പ്രാൻ നമ്പർ എന്ന് ചിലർ വായിക്കും, ചിലപ്പോൾ PRAN നമ്പർ എന്ന് വായിക്കും. ഇത് രണ്ടിനുമേ അബ്രിവേഷൻ ഉണ്ട്, രണ്ടുമേ അബ്രിവേഷൻ ഉള്ള ഒരു സാധനമാണ്. സോ ഈ പ്രാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രാൻ എന്ന് അവർ പറഞ്ഞ പോലെ ടൈപ്പ് ചെയ്തിട്ട് ആ നമ്പേഴ്സ് എഴുതി പോവാം. PRAN നമ്പർ എന്ന് പറയുകയാണെങ്കിൽ അബ്രിവേഷൻ ഉള്ളതാണ്. ഇപ്പോൾ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ പ്രാൻ എന്നുള്ള PRAN എന്നുള്ളതിനും അബ്രിവേഷൻ ഉണ്ട്. അപ്പോൾ PRAN എന്നുള്ളത് നമ്മൾ സിംഗിൾ സ്പേസ് പോലും കൊടുക്കാതെ ടൈപ്പ് ചെയ്യണം. അതായത് ഇന്ന് രാവിലെ ഒരാൾ ചോദിച്ചിട്ടായതാണ്, അതായത് എക്സിൽ എന്ന് പറയാണ്, എക്സിൽ. സോ എക്സിൽ എന്നുള്ളത് അതിൻ്റെ ഒപ്പം സിൽ എന്ന് വരികയാണ്. അതായത് സിൽ, ഇൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചില വേർഡ്സ്, നിൽ ഇങ്ങനെയുള്ള വേർഡുകളെല്ലാം ചില വേർഡ്സോട് കൂടി വരുന്നതാണ്. അതായത് ഇന്നിന് പകരം നിൽ, ഈ ഇന്നെന്ന് ഉപയോഗിക്കുന്നതിന് പകരം നില്ലെന്ന് വായിക്കും. അതായത് ഇല്ലെന്നുള്ളൊരു ഓപ്ഷൻ അവർക്ക് ഓപ്ഷനായിട്ട്, അതായത് അവർക്ക് ഹൈഫൺ കൊടുത്തിട്ടായിരിക്കും ഈ എന്താ പറയുക ഇന്നെന്നുള്ളൊരു വേർഡ് ഇല്ലെന്നുള്ള വേർഡ് കൊടുക്കുക. അപ്പം നമ്മൾ ഈ കൂട്ടി വായിക്കുന്ന ആൾക്കാർ എങ്ങനെ വായിക്കും? ഇൽ, നിൽ അങ്ങനെയുള്ള കൂട്ടി വായനയായിരിക്കും വായിക്കുക. അപ്പോൾ അവരെന്താണോ പറയുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. NXTയിൽ എന്ന് പറയാണ് അവര്. അതായത് ഇൽ എന്നുള്ളത് ഒരുമിച്ച് പറയാണ് NXTയിൽ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? NXTയിൽ ഈ ഇൽ എന്നുള്ളത് ഒരുമിച്ച് എഴുതും. അതായത് ഈ ഇൽ എന്ന് വരുന്ന എന്ത് സംഭവം എന്ന് വെച്ചാൽ വെറും ഇല്ല് മാത്രമേ അവിടെ കൊടുക്കുള്ളൂ. NXTയിൽ ഇൽ എന്നാ വായിക്കുക. അത് നമ്മൾ വായിക്കുമ്പോൾ ചോദിക്കും LXTയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെയാ പറയുക. അപ്പോൾ LXTയിൽ ലഭ്യമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ LXTയിൽ എന്നുള്ളത് അതിൻ്റെ ഒപ്പം ചേർന്ന് വരണം. അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ വരുന്നതാണത്. ഈ ഇല്ലിന് പകരം യാ വള്ളി ഇൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് വായിക്കുമ്പോൾ അവർക്ക് ഹൈഫൺ കൊടുത്ത് അവർ വായിക്കുമ്പോൾ അവർക്ക് ഹൈഫൺ കൊടുത്ത് ഇല്ലെന്ന് നമ്മൾ വായിക്കാനുള്ള കണ്ടന്റ് കൊടുക്കും. LXT ഇൽ, അത് ഹൈഫൺ ഇൽ. ഓക്കെ, ഇപ്പൊ ഞാൻ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കും? LXT ഇൽ അല്ലേ? നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? LXT ഇൽ, യാ വള്ളി ഇൽ, യാ വള്ളി കൊടുത്ത് ഇൽ എന്നുള്ളൊരു സിമ്പിൾ നമ്മൾ കൊടുക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ കൊടുക്കണമെന്നാണോ മാം പറയുന്നത്? യാ വള്ളി ഇടണം എന്നാണോ പറയുന്നത്? ഇപ്പൊ അവര് വായിക്കുമ്പോൾ നിൽ, അതായത് അബ്രിവേഷൻ ഉള്ള ഒരു സംഭവം ഒരു വായിക്കുകയാണ്. ഇപ്പോ LXT എന്ന് പറയാണ്. അത് ഇത് ഇംഗ്ലീഷാണ് ഞാൻ പറയുന്നത് കേട്ടോ. LXT അത് കഴിഞ്ഞ് ഒരു ഹൈഫൺ കൊടുത്ത് ഇല്ല് കൊടുത്താൽ നിങ്ങൾ എങ്ങനെ വായിക്കും? LXT എന്ന് വായിക്കും. LXT അങ്ങനെ വായിക്കില്ല. LXT എന്ന് വായിക്കും. മനസ്സിലായി? ഇത് നമ്മൾ എങ്ങനെ വായിക്കും? ഈ സംഭവം ഞാൻ ഇപ്പൊ മെസ്സേജിൽ ഇട്ട സംഭവമാണ്. ഇതെങ്ങനെ നമ്മൾ വായിക്കും? ഇൽ, അതായത് ഇൽ എന്ന് വായിക്കും. അതായത് യാ വള്ളി ഇൽ, ഇത് ഇൽ, LXT ഇൽ എന്ന് വായിക്കും.
ഇങ്ങനെ വായിക്കുന്നവർ ഇൽ എന്ന് മാത്രം വായിക്കും. പക്ഷെ നമ്മൾ നോർമലി, അതായത് നമുക്കിപ്പോൾ അറിയുന്നതുകൊണ്ട് നമ്മളിങ്ങനെ പറയുന്നത്. പക്ഷെ നോർമലി വായിക്കുന്ന ആൾക്കാർ യാ വള്ളി ഇൽ എന്ന് വായിക്കും. അതായത് എലക്സ്റ്റീൽ, അതൊറ്റ വേർഡായിട്ട് അവർ വായിക്കും, എലക്സ്റ്റീൽ. അത് നമ്മൾ എഴുതുമ്പോൾ ഹൈഫൺ യൂസ് ചെയ്യണം. ഹൈഫൺ യൂസ് ചെയ്യണമെന്നാണോ? ഹൈഫൻ യൂസ് ചെയ്യണ്ട. ഓക്കെ. എലക്സ്റ്റീൽ. ഒരു മിനിറ്റ്, ഞാൻ അതേപോലെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, എലക്സ്റ്റീൽ. മനസ്സിലാവുന്നുണ്ടോ? അത് ഒറ്റ ഇതായിട്ട് അവർ വായിക്കുന്നതാണ്. അബ്രിവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സ്പേസ് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ, അതായത് ഹൈഫൺ ഒന്നും കൊടുക്കാതെ അവരങ്ങനെ പറയുന്ന പോലെ നമ്മൾ ടൈപ്പ് ചെയ്യാം, എലക്സ്റ്റീൽ. ഇത് തന്നെയാണ് അബ്രിവേഷൻ വരുന്ന എല്ലാത്തിനും. അതിൻ്റെ കൂടെ ഇല്ലോ നില്ലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ എഴുതി പോവാം. സ്പേസും ഒന്നും വേണ്ട, ഹൈഫണും വേണ്ട. ഹൈഫൺ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ മാത്രം കൊടുത്താൽ മതി. ഹൈഫൺ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം യൂസ് ചെയ്യുന്ന പോലത്തെ വേർഡ്സുകളൊന്നും വരില്ല. ഇപ്പോൾ ഹിപ്പ് ഹോപ്പ്, ടോപ്പ് അപ്പ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഹിപ്പ് ഹൈഫൺ ഹോപ്പ്. ഇപ്പോൾ ടോപ്പ് അപ്പ് എന്ന് പറയുന്നത് ടോപ്പ് ഹൈഫൺ അപ്പ് അല്ല, അങ്ങനെയല്ലേ നമ്മൾ നോർമലി ഇംഗ്ലീഷിലൊക്കെ എഴുതാം. ഇതേ സാധനം നമ്മൾ മലയാളം ഡിക്ഷണറിയിൽ നോക്കിയാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല എഴുതാം. അങ്ങനെ വരുന്ന സംഭവം, അങ്ങനെ ഹൈഫൺ ഉപയോഗിച്ച് എഴുതുന്ന വാക്കുകൾ മലയാളം ഡിക്ഷണറിയിൽ ഉണ്ടെങ്കിൽ അത് വേണം നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അതങ്ങനെ വരില്ല. വന്നാൽ അത് നോർമലി നമ്മൾ എഴുതുന്നതിലൊന്നും ഹൈഫൺ യൂസ് ചെയ്യാറില്ല, വരണില്ല അങ്ങനെയുള്ള വേർഡ്സ്. വന്നാൽ അതൊന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം. അതർവൈസ് ഹൈഫൺ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ റീഡ് ഫയൽസിൽ യൂസ് ചെയ്യുന്ന 4 പഞ്ച്വേഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, കോമ, ഫുൾ സ്റ്റോപ്പ്, എക്സ്ക്ലമേഷൻ, 4 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. വേറെ ഒന്നും നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യണ്ട. അതും ഈ നൽകാമോ, പറയാമോ, ചോദിക്കാമോ, ഇങ്ങനെ ചോദിക്കുന്ന സ്ഥലങ്ങളിൽ ഹൈഫൺ കൊടുക്കുക. അതേപോലെ വാവ്, അതായത് ഇതിനെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യുന്ന ഓരോ വാക്കുകളെ അല്ലേ നമ്മൾ ഈ ഹൈഫൺ കൊടുക്കുന്നത്. സോ അതിന് മാത്രം ഹൈഫൺ അല്ല, എക്സ്ക്ലമേഷൻ കൊടുക്കുന്നത്, അത് മാത്രം എക്സ്ക്ലമേഷൻ. ബാക്കി ഇപ്പോൾ ചായ, കാപ്പി, സൺഫ്ലവർ ഓയിൽ, ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ വരും. അതായത് ഒന്നിന് പുറകെ ഓരോ വാക്കുകളായിട്ട് വരും. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ പേരോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സംതിങ് ലൈക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചായ, കാപ്പി, സൺഫ്ലവർ ഓയിൽ, മുളക് പൊടി, ഇങ്ങനെ പറയാമെന്ന് വെക്കാം. ഈ സാധനങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക, ഒരു അത്യാവശ്യ സാധനങ്ങളുടെ പേരുകളാണ് പറയണത്. അപ്പോൾ ആ പേരുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കോമ കൊടുത്തിട്ട് ടൈപ്പ് ചെയ്യും. അത് റീഡിൽ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് സെമി എക്സ്റ്റംബറിൽ ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 5 വാഹനങ്ങളുടെ പേര്, അല്ലെങ്കിൽ 5 ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, 5 സ്റ്റേറ്റിൻ്റെ പേര്, 5 ഇൻ്റർനാഷണൽ സിറ്റീസിൻ്റെ പേര്, അങ്ങനെ 5 ചോദിക്കും. 5 ഫുഡ്, നമുക്ക് ഇഷ്ടമുള്ള 5 ഫുഡിൻ്റെ പേര്, അങ്ങനെ ഓരോന്നായിട്ട് ആ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, സ്പീക്ക് 5 names ഓഫ് ഇൻ്റർനാഷണൽ സിറ്റീസ്, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യനെ ഉണ്ടാവുക. അപ്പം അവർ ആ 5 മാത്രമേ പറയുള്ളൂ. ആ സെമി എക്സ്റ്റംബറിൽ കൊണ്ടുപോയി നിങ്ങൾ ആരും കോമ ഇടരുത്. അവിടെ സിംഗിൾ സ്പേസ് മാത്രമേ ഉള്ളത്. എക്സ്റ്റംബർ ആണ്. റീഡും വേറെ, എക്സ്റ്റംബർ വേറെ. അതിനാണ് ഇത് ഒന്നുകൂടി ഞാൻ പറയുന്നത്. അതായത് എക്സ്റ്റംബറിലെ പ്രോഡക്ട്സിന്റെ പേര് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ കൊടുക്കണം. കാരണം നമുക്ക് ഗൈഡ് ലൈൻ പ്രകാരം റീഡിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കോമ കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ റീഡിൽ നമുക്കത് യൂസ് ചെയ്യാം. എക്സ്റ്റംബറിലോ കോൺവെർസേഷനിലോ ഈ യാതൊരുവിധ പഞ്ച്വേഷൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ടാഗ് ഒഴികെ വേറെ ഏത് പഞ്ച്വേഷനും എക്സ്റ്റംബറിലും റീഡിലും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? റീഡ് ഫയൽസ് ഇപ്പോൾ ചേച്ചി പറഞ്ഞു തന്ന എറേഴ്സ് എല്ലാം നിങ്ങൾ മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യൂ. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റിവ്യൂവേഴ്സിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റിവ്യൂ ഫീഡ്ബാക്ക് ഉണ്ടാവും. എന്താ വെച്ചാൽ അവർക്ക്, അതായത് ചേച്ചി പറഞ്ഞു തന്നു, നിങ്ങളത് എഡിറ്റ് ചെയ്ത് മാറ്റി, പക്ഷെ മാറിയത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് കൂടി തരും. ഇങ്ങനെയല്ല, ഒന്നുകൂടി ഇത് ക്ലിയർ ആയിട്ട് ചെയ്യണം, ഇങ്ങനെ വേണം ചെയ്യാനായിട്ടെന്ന് റിവ്യൂവേഴ്സിന്റെ സൈഡിൽ നിന്ന്, അതായത് നമുക്കൊരു 13 റിവ്യൂവേഴ്സ് ഉണ്ട്, അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് സെഷൻ ഉണ്ടാവും. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഉണ്ടാവുക. എന്ത് ഇല്ല, പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റില്ല. നമുക്ക് സൂപ്പർ ചെക്ക് ക്ലയന്റ് സൈഡിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്സ് വരും. നമ്മുടെ ടീം സൈഡിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ റിവ്യൂവേഴ്സ് അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. ഇവർക്ക് ഒരു റിപ്പോർട്ട് എങ്ങനെ നോക്കാൻ പറ്റുക വെച്ചാൽ റിപ്പോർട്ടിനകത്ത് ഉണ്ടാവും അവരെന്തൊക്കെ റിജക്ഷൻസ് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, മൈനർ ചേഞ്ചസിൽ എത്രണ്ണം പോയിട്ടുണ്ട്, മേജർ ചേഞ്ചസിൽ നമ്മുടെ എത്രണ്ണം പോയിട്ടുണ്ട്, അക്സെപ്റ്റ് ലിസ്റ്റിൽ എത്രണ്ണം പോയിട്ടുണ്ട്. അക്സെപ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരാത്തതിനെ മാത്രമേ അവർ അക്സെപ്റ്റ് ഇടുള്ളൂ. അല്ലാത്ത പക്ഷം വരുന്ന എല്ലാ ഫയൽസും
മൈനർ ചേഞ്ചസ് ഓർ മേജർ ചേഞ്ചസ്. മേജർ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്ക് വരുന്ന ആൾക്കാരെ ഫയൽസിലെയാണ് മേജർ ചേഞ്ചസിലിടുക. അത്യാവശ്യം കുഴപ്പമില്ല ഒരു 10 ഇപ്പോൾ എക്സ്റ്റംബർ ഫയലൊക്കെ ആണെങ്കിൽ ഒരു 30 സെഗ്മെന്റ് ഉള്ളതിൽ ഒരു 10 12 എടുത്തു കഴിഞ്ഞാൽ അവരത് മൈനർ ചേഞ്ചസ് ആയിരിക്കും ഇടുക. ഇതേ 20 ഒക്കെ അവർ ചേഞ്ചസ് മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മേജർ ചേഞ്ചസിലായിരിക്കും ഇടുക. അക്സെപ്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന മിസ്റ്റേക്സുകളെ അക്സെപ്റ്റ് ലിസ്റ്റിലിടും. അതേപോലെ നമ്മൾ ഡ്യൂറേഷൻ സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ റോ ഓഡിയോ ഡ്യൂറേഷൻ അതിന് ശേഷം അവർ ചേഞ്ച് ചെയ്ത ആ സംഭവം കൂടി അവിടെ കാണിക്കും നിങ്ങൾക്ക്. ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവർ പറയും നിങ്ങൾക്ക് എവറി വീക്ക് റിവ്യൂവർ ഫീഡ്ബാക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷെ ഫീഡ്ബാക്ക് ഉണ്ടാവും. മീറ്റിംഗ് ഗൂഗിൾ മീറ്റ് ആയിരിക്കും. ഗൂഗിൾ മീറ്റിൽ ഇതുപോലെ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇപ്പം ഗായത്രി ചേച്ചി പറഞ്ഞതുപോലെ ആളുടെ പേര് പറഞ്ഞ് എന്താ എറർ എന്നുള്ളത് അവർ പറയും. അപ്പം നെക്സ്റ്റ് ടൈം നമ്മൾ അത് ചേഞ്ചസ് വരുത്തി കൊടുക്കുക. അടുത്തടുത്ത് ചേഞ്ചസ് അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് മിസ്റ്റേക്സ് വരില്ല, കുറയാൻ തുടങ്ങും. ഫസ്റ്റ് കുറേ പേരെ പറയും. കാരണം എന്താ വെച്ചാൽ നമുക്കും പുതുക്കമല്ലേ, ടൂള് പുതുക്കമായതുകൊണ്ട് നമുക്ക് മിസ്റ്റേക്സ് നിറയെ വരും. അത് അവർ കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അതായത് ഡെയിലി അവർ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തരും. അതായത് ഇന്ന ആളുടെ ഫയലിൽ ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, ഇത്രയും മിസ്റ്റേക്ക് നോക്കുന്നുണ്ട്, റിവൈസ് ചെയ്യാനാണ്. സോ അത് നിങ്ങൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ടീമാർക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അവർ ആ ചേഞ്ചസ് വരുത്തിയ ഫയലിൽ കൊടുക്കും. ദെൻ അതിന് ശേഷം അവർ വീക്ക്ലി നമ്മളൊരു മീറ്റ് വെക്കും. അതിൽ അവർ മിസ്റ്റേക്ക് എടുത്തെടുത്ത് പറയും, ഇങ്ങനെ ഉണ്ട്, ഇതൊക്കെയാണ് മിസ്റ്റേക്ക്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും. അത് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത മിസ്റ്റേക്ക് വരും, അപ്പോൾ അത് ഫോളോ ചെയ്യുക. അതായത് എല്ലാ ഫയലിലും എല്ലാം നമുക്ക് വരില്ലല്ലോ. പിന്നെ മിസ്റ്റേക്കുകൾ വരാതെ ഒന്നും ഫയൽ ചെയ്യാൻ പറ്റില്ല, വരും. പക്ഷെ അത് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അതായത് കുറേ പേര് ഇത് ചേഞ്ചേ ചെയ്യില്ല, ആർക്കോ വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഡീആക്ടിവേറ്റ് ചെയ്യും. അത് വർക്ക് ചെയ്യണ്ടെന്ന് പറയും. അതായത് ക്വാളിറ്റി ഇല്ലെങ്കിൽ പിന്നെ ആളെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഒരു മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അത് പഠിക്കും. ടൂൾ എന്താണെന്നേ പഠിക്കുകയുള്ളൂ. ഒരു മാസം ആവും നമുക്ക് ടൂൾ എന്താണെന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്നോ പഠിക്കാനുള്ള സമയം നമുക്ക് എടുക്കും. ആ സമയമൊക്കെ നിങ്ങൾക്ക് തരും. അതിനുശേഷം മിസ്റ്റേക്സ് ഇങ്ങനെ കണ്ടിന്യൂ ആവുന്നുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഫീഡ്ബാക്കുകൾ ഉൾക്കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണ് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ ഇനി മുതൽക്ക് നമുക്ക് എക്സ്റ്റംബറിന് വേണ്ടി ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഞാനത് കണക്ട് ചെയ്യാം. റീഡ് ഒന്ന് കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ്. കാരണം റീഡ് കഴിഞ്ഞ് എക്സ്റ്റംബറിലോട്ട് കയറുമ്പോൾ പറയാമെന്ന് വെച്ചിട്ടാണ്. എക്സ്റ്റംബറിലും ഇപ്പോൾ ഒരു പുതിയ അപ്ഡേഷനാണ്. അത് നമുക്കൊരു എന്താ പറയുക, നമുക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. എക്സ്റ്റംബറിലും ഇതുപോലെ ടൈപ്പ്ഡ് ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. L1 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. L1 ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ ടൈപ്പ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അത് സ്ലാങ്, അതായത് അത് ഇപ്പം ഞാൻ ചെക്ക് ചെയ്തതിൽ ഞങ്ങൾക്ക് തോന്നിയ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം, അതായത് ഇപ്പം 1 മിനിറ്റിൻ്റെ ഓഡിയോ അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ ഓഡിയോ ഒക്കെ ആണെങ്കിൽ ക്വാളിറ്റി കുറച്ചുകൂടി, അതായത് ഇപ്പം 50% ഉള്ള ക്വാളിറ്റി ഒരു 70% വരയ്ക്കും നമുക്ക് ആ L1 തന്നെ വരുന്നുണ്ട്. അതായത് 1 മിനിറ്റ് ടു 2 മിനിറ്റിനുള്ളിൽ വരുന്ന ഫയൽസിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതായത് ക്വാളിറ്റി 70% വരുന്നുണ്ട്. ഇപ്പം 5 മിനിറ്റിൻ്റെ ഒക്കെ ഓഡിയോസ് ആണെങ്കിൽ ക്വാളിറ്റി 50% ഉള്ളൂ. അപ്പം നമ്മൾ ഏതിൽ വർക്ക് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% വരുന്ന ഓഡിയോസ് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു 30 സെഗ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 30 സെഗ്മെന്റ് നിങ്ങൾക്ക് ടൈപ്പായി വരുന്നുണ്ട്, ടൈപ്പ്ഡ് ആണ്. അതിൽ നമ്മൾ ടാഗ് അവർ പറയുന്ന കാര്യം കറക്റ്റ് ആണോ ഇതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഈ ലെറ്റേഴ്സ് ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്, അത് മാറ്റി കൊടുക്കുക. ഈ വള്ളി പുള്ളിയൊക്കെ എക്സ്ട്രാ ആഡഡ് ആയിട്ട് വരുന്നുണ്ട്, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്പേസ് എറർ നോക്കുക. ഇത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി വരുന്ന അനോട്ടേറ്റേഴ്സിനൊക്കെ ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റിവ്യൂ ആണ് ചെയ്യാൻ പറഞ്ഞത്. റിവ്യൂ മീൻസ് ഓൾറെഡി ടൈപ്പ്ഡ് ആയിരിക്കും, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റിവ്യൂ ചെയ്യുക. അതായത് കറക്റ്റ് ആണോ, ഇത് കറക്റ്റായി ചെയ്തിട്ടുണ്ടോ, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ ടാഗ് എന്തൊക്കെ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് റിവ്യൂ ഓട്ടോമാറ്റിക്. ഇത് ഇനിയൊരു ഇഷ്യൂ എന്താ ചോദിച്ചാൽ, നമ്മൾ ഇപ്പോൾ 88% നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ അത് L1 ക്വാളിറ്റിയിൽ വരുന്നുണ്ട്. നിങ്ങൾ 95% കൊടുക്കേണ്ടി വരും. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് വരുന്നില്ലല്ലോ, ടൈപ്പിംഗ് ടൈം എടുക്കുന്നില്ലല്ലോ. അപ്പം നിങ്ങളുടെ ഡ്യൂറേഷനും കൂടും. ടൈപ്പിംഗ് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം, ഡ്യൂറേഷൻ അതായത് ടാർഗറ്റിൻ്റെ ഇതും കൂടും. അതേസമയം എന്താ പറയുക, അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേർഷൻസ് നമ്മൾ കൊടുക്കുകയും വേണം. അതായത് ക്വാളിറ്റി കറക്റ്റായിട്ട് കൊടുക്കുകയും വേണം.
മാം മുന്നെന്ന് ഓൾറെഡി പറഞ്ഞാൽ വന്നു നമ്മൾ കഴിഞ്ഞോ ഈ മനസ്സിലായില്ല. അതോ ഓൾറെഡി ഈ ഫീച്ചർ ഇംപ്ലിമെന്റ് ആയോ അതോ വന്നു 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 ഞാനിപ്പോൾ പോകുന്നുണ്ടോ? നോക്കിയേ ഉള്ളൂ. ഞങ്ങൾ ഓക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഓക്കെ ഇന്നലെയും ഇന്നുമായിട്ട് നോക്കിയേ ഉള്ളൂ. അതിൻ്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ നോക്കിയാലല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെയും ഇത് നോക്കിയേ ഉള്ളൂ. ഒരു 3 ബാച്ചസിൽ നമുക്ക് L1 ക്വാളിറ്റി വന്നു കഴിഞ്ഞു. 3 ബാച്ചസിലും നമുക്ക് ഓൾറെഡി ടൈപ്പ്ഡ് ആയിരിക്കും. ചേച്ചി അതൊന്നും എടുക്കോ, വിദ്യയുടെ അല്ല മഞ്ജുയുടെ ഇതിലുണ്ട്. അതായത് 3 സെഗ്മെന്റ് ഉണ്ട്. 37 സെക്കൻഡിന്റെ ഓഡിയോ ആണിത്. ഓക്കെ. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ടൈപ്പ്ഡ് ആണ്, എല്ലാമേ ടൈപ്പ്ഡ് ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ വ്യത്യാസം എന്താ വരുത്തേണ്ടത് വെച്ചാൽ NTE കൊടുത്ത് ഇൻഡേയ്സ് ഒക്കെ മാറ്റണം നമ്മൾ. കോട്ടയത്തുനിന്ന് എന്നാണ് പറഞ്ഞേക്കുന്നത്, കോട്ടയത്തുനിന്ന്. സോ അതൊക്കെ അതിനകത്ത് ടൈപ്പ്ഡായി വരുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ അതിനകത്ത് നന്നായി തന്നെ ടൈപ്പ്ഡായി വരുന്നുണ്ട്. പക്ഷെ 37 സെക്കൻഡ് ഉണ്ട്. അതിൻ്റെ ആ ഓഡിയോക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് നീറ്റായിട്ട് തരുന്നുണ്ട്. അതായത് L1 ക്വാളിറ്റി നീറ്റായി വരുന്നുണ്ട്. ഡ്യൂറേഷൻ കൂടണോ അല്ലെങ്കിൽ ഓഡിയോ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി കുറവാണ്. ഇത് ടൈപ്പ്ഡായി വരുന്നതിൻ്റെ ക്വാളിറ്റി കുറവാണ്. അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്യണം. ഒന്ന്. രണ്ടാമത് പെർസിസ്റ്റന്റ് നോയ്സ് ഉണ്ടെങ്കിൽ പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ട് ആൻഡ് എൻ്റെ എവറി സെഗ്മെന്റിൽ നമ്മൾ കൊടുക്കണം. അത് നമ്മുടെ വർക്ക്. അതായത് ടാഗ് കൊടുക്കുന്നത് നമ്മുടെ ജോലിയാണ്. ടാഗ് കറക്റ്റായി കൊടുക്കുക, സിംഗിൾ സ്പേസ് ചെക്ക് ചെയ്യുക, അവർ പറയുന്ന കാര്യമാണോ അതിൽ ടൈപ്പ് ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇതാണ് ശരിക്കും നമ്മുടെ വർക്ക്. അതായത് എക്സ്റ്റംബറിൽ അതായത് ഇപ്പോൾ വന്നതുകൊണ്ട് L1 ക്വാളിറ്റി വന്നതുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാനുവലി നമ്മൾ ടൈപ്പ് ചെയ്യണം. മുന്നേ അങ്ങനെയായിരുന്നു, മാനുവലി ടൈപ്പ് ചെയ്യും. അപ്പോൾ ടൈപ്പിംഗ് സമയം എടുക്കും. അതേസമയം അവർക്ക് ടാർഗറ്റ് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ എന്താണ് ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് മാത്രം നോക്കിയിട്ട് ചേഞ്ചസ് വരുത്തേണ്ട കാര്യമുള്ളൂ. മാനുവൽ ടൈപ്പിംഗ് ഇല്ല. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ടൈപ്പ് ചെയ്യേണ്ട സമയം എടുക്കുന്നില്ല. കേൾക്കുന്നത് മാത്രം വൃത്തിയായി കേൾക്കണം. ചേച്ചി അതൊന്ന് പ്ലേ ചെയ്യോ? ഞാൻ നമ്മുടെ തിങ്കളാഴ്ച ദിവസം കോട്ടയത്ത് നിന്ന് മൈസൂർ പോകുന്ന കോട്ടയം മൈസൂർ സ്പെഷ്യലിൻ്റെ സമയം അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അത് കോട്ടയത്ത് നിന്ന് രാത്രി 8 മണിക്കല്ലേ? അത് എത്ര മണിയാകുമ്പം മൈസൂരിലെത്തും? അതായത് ഫസ്റ്റ് സെഗ്മെന്റിൽ വരുമോ? ഫസ്റ്റ് സെഗ്മെന്റ് ഫസ്റ്റ് തിങ് നമ്മുടെ എന്നാ പറഞ്ഞേക്കുന്നത്, നമ്മുടെ എന്നല്ല, നമ്മുടെ. അപ്പൊ കുനിപ്പ് വേണ്ട. നമ്മുടെ ദിവസം എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ദിവസം എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. തിങ്കളാഴ്ച ദിവസം. ഓക്കെ. ദെൻ കോട്ടയത്ത് മൈസൂർ പോകുന്ന കോട്ടയം മൈസൂർ സ്പെഷ്യലിന്റെ സമയം അറിയാൻ വേണ്ടി വിളിച്ചായിരുന്നു. അത് കോട്ടയത്ത് നിന്ന് രാത്രി 8 മണിക്കല്ലേ? അത് എത്ര മണിയാവുമ്പോ ദാറ്റ്സ് ഇറ്റ്. അതൊറ്റ വേർഡാണ്, മണിയാകുമ്പം. മനസ്സിലാവുന്നത്? ഇത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത്. ഇതെല്ലാം വന്നിട്ട് അവർ സ്ലാങ്ങിൽ പറയുന്നതാണ്. അതായത് പറയിന്, ചെയ്യിന്, ഇങ്ങനെയുള്ള സ്ലാങ്സ് ആണത്. സോ ആ സ്ലാങ്ങുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ L1 ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മലയാളമാണെന്ന് വെക്കാം. ഇപ്പം മോസ്റ്റ്ലി സ്റ്റാൻഡേർഡും അല്ല സ്ലാങ്ങും അല്ലാത്ത അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് മലയാളം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആ സ്ലാങ്ങിലോട്ട് മാറ്റണം. ആ അതായത് സ്ലാങ് എങ്ങനെയാന്ന് വെച്ചാൽ പറയിന്, ചെയ്യിന്, അങ്ങനെ പറയും ചില ആൾക്കാർ. ഇപ്പൊ ട്രിവാൻഡ്രത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബായ്ക്ക് പകരം ഫായ് യൂസ് ചെയ്യും.
അവരെ സ്ലാങ് അതാണ്. ഭാര്യ, ഭർത്താവ് അങ്ങനെ പറയുന്ന ഒരു സ്ലാങ് ആണ് അവരുടെ സ്ലാങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തണം. ബലം എന്ന് എഴുതുക, ബലം പ്രയോഗിക്കണ്ട എന്ന് പറയുന്ന ഒരു സംഭവം. നീ നമ്മൾ ബലം പ്രയോഗിക്കണ്ട എന്ന് ഒരിക്കലും പറയില്ലല്ലോ. ബലം പ്രയോഗിക്കണ്ട കേട്ടാ, ഇത് നമ്മൾ നോർമലി പറയും. ബലം പ്രയോഗിക്കണ്ട കേട്ടാ, ബലം പ്രയോഗിക്കണ്ട കേട്ടാ, രണ്ടിനും വ്യത്യാസമുണ്ട് അല്ലെ. അതായത് ബലം എന്ന് നമ്മൾ നോർമലി സംസാരിക്കുന്ന ആൾക്കാർ ആരും ബലം എന്ന് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷനിൽ പറയുന്ന ആൾക്കാരല്ല. ബലം പ്രയോഗിക്കണ്ട കേട്ടാ, ഓവർ വേണ്ട കേട്ടാ. ഇതൊക്കെ നമ്മൾ നോർമലി പറയും. ഓവർ പറയണ്ട കേട്ടാ എന്ന് പറയുന്ന സംഭവം, ഓവർ എന്നുള്ളത് ഇംഗ്ലീഷ് വേർഡാണ്, മലയാളത്തിലല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ അപ്പോൾ അതാണ് സ്ലാങ്. പ്രാദേശിക ഭാഷ എന്ന് പറയുന്നതാണ് സ്ലാങ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അതായത് അവിടെ അതാത് ഏരിയാസിൽ അവർ എന്താണോ പറയുന്ന സ്ലാങ്സ്, അത് ഈ ഫയൽസിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ മുസ്ലിം സ്ലാങ് എന്നൊന്നുണ്ട്. അവർ സ്ലാങ്ങേ വ്യത്യാസം, അതിപ്പോൾ അവർ സ്ലാങ്ങേ വ്യത്യാസമായിരിക്കും. അതെങ്ങനെ വെച്ചാൽ അത് നമുക്ക് എന്താ പറയുക, ചിലത് ഐഡന്റിഫൈ ചെയ്യാനേ പറ്റില്ല എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. അങ്ങനെ വരുന്ന സംഭവങ്ങളിൽ നിങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആയി കേൾക്കണം. അവരുടെ സ്ലാങ്ങേ കുറച്ച് വ്യത്യാസമാണ്. നിനക്ക് നല്ല മൊഞ്ചുണ്ട് പറയുന്നില്ലേ, ഈ മൊഞ്ച് എന്നുള്ള സംഭവം നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ, അതായത് അവർ തന്നെ നോർമലി സംസാരിക്കുമ്പോൾ അത് പറയില്ല. അതേസമയം അവരുടെ ഇന്റീരിയർ ആയിട്ടുള്ള ഏരിയാസിലോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോ ഒക്കെ സംസാരിക്കുമ്പോൾ അത് വ്യത്യാസമായിട്ട് സംസാരിക്കും. അതേ സെയിം തിങ് ഇതിൽ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ എടുത്തു പറയുന്നത്. അതായത് ആ സ്ലാങ്, അങ്ങനെ ഒരു സ്ലാങ് വരാറുണ്ട്, അങ്ങനെ ഒരു സ്ലാങ്ങിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ അവരുടെ സ്ലാങ് ഉൾപ്പെടുത്തണം. അതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സ്ലാങ് മസ്റ്റായിട്ട് ഉൾപ്പെടുത്തണം. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവരെന്താ പറഞ്ഞീന് എന്ന് പറഞ്ഞാൽ പറഞ്ഞീന് തന്നെ ടൈപ്പ് ചെയ്യണം. അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി വരുന്ന L1 ക്വാളിറ്റിയിലുള്ള കാര്യമാണ്. റീഡിൽ ഫയൽസ് ഉണ്ട്. റീഡ് ഫയൽസ് എല്ലാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യൂ. റിവ്യൂവേഴ്സിന്റെ ഫീഡ്ബാക്ക് ആദ്യം കേൾക്കുക. കാരണം ചേച്ചി എല്ലാവരും ഓരോ 5 ഫയൽ വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ 5-ൽ കൂടുതൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. 5-ൽ കൂടുതൽ കുറേ ഫയൽസ് കുറേ പേര് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻടേക്ക് ചെയ്ത് അതൊക്കെ ക്ലിയർ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യൂ. അതിൽ വരുന്ന മിസ്റ്റേക്ക് അവർ പറയും. അവർ ചെറിയ ചേഞ്ചസ് ഒക്കെ ആണെങ്കിൽ അവർ മാറ്റി അപ്ഡേറ്റ് ചെയ്തോളും. ബട്ട് അവർ ചേഞ്ചസ് എന്താണെന്നുള്ളത്, അത് മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് പറയും. പറഞ്ഞതിന് ശേഷം അത് ക്ലിയർ ചെയ്യുക. മനസ്സിലായോ? എത്ര സമയത്തിനുള്ളിൽ ചെയ്ത് ഫിനിഷ് ചെയ്യണോ എന്ന് പറയാവോ? മാക്സിമം കഴിഞ്ഞല്ലോ, നിങ്ങൾ ടൈപ്പിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവുമല്ലോ. ജസ്റ്റ് ചെക്കിംഗ് അല്ലേ ഉണ്ടാവുള്ളൂ. ചെക്കിംഗ് ഒക്കെ ചെയ്ത് ഓരോ ഫയലും ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യൂ. ഇപ്പൊ ഒരു 10 ഫയൽ 20 ഫയലുണ്ട് 30 ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അത് കറക്റ്റായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ നമുക്ക് മേലെ ടാർഗറ്റിലോട്ട് പോകാം. അതുവരേക്കും നിങ്ങൾ ഇങ്ങനെ പോട്ടെ. ഒരുവിധം ഇപ്പൊ എക്സ്റ്റംബർ വരുമ്പോൾ നിങ്ങൾ പിന്നെ ഇതുപോലെ ഡ്രാഫ്റ്റ് ചെയ്യാനേ പറയുള്ളൂ. കാരണം എക്സ്റ്റംബർ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ വർക്ക് ചെയ്ത് പരിചയമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എക്സ്റ്റംബർ ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറയും. പിന്നെ അത് ചേഞ്ചസ് എന്താന്നുള്ളത് പറഞ്ഞു തരും. ഇതേപോലെ ഒരു മീറ്റ് വെച്ച് അതും പറഞ്ഞു തരും. എന്നിട്ട് അത് ചേഞ്ച് ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ റിവ്യൂവേഴ്സ് ഫീഡ്ബാക്ക് കേൾക്കും. അതിനുശേഷം റിവ്യൂവർ ഫീഡ്ബാക്ക് ഇൻടേക്ക് ചെയ്ത് നമ്മൾ പിന്നെ നെക്സ്റ്റ് അടുത്ത് ചെയ്ത് പോകും. അങ്ങനെ മെല്ലെ കയറി പോയതിനു ശേഷം നമ്മൾ ടാർഗറ്റ് റീച്ച് ചെയ്യാം. ഒരളവിന് നിങ്ങൾക്ക് ഒരാഴ്ച 1.5 2 ആഴ്ച വരുമ്പോഴത്തേനും ടൂള് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ടൂള് അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള ടൂളൊന്നും അല്ല. ടൂള് വളരെ ഈസിയാണ്. പിന്നെ ടൈപ്പ്ഡ് ആയിട്ടും വരുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് ഫോളോ ചെയ്താൽ മതി. ആർക്കെങ്കിലും ബാക്കി ടീമിന് ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. ഇല്ലെങ്കിൽ പ്രീതി, മീറ്റിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പം 18 പേരുള്ളൂ. നമ്മുടെ ടീമിന് ആരൊക്കെയാ മീറ്റിംഗിൽ ഇല്ലാത്ത? ഇപ്പം എനിക്ക് പേര് വേണം. പ്രീതി നോട്ട് ചെയ്തോണം. ആരൊക്കെ ഇപ്പൊ ഇല്ല ഈ മീറ്റിംഗ്? അതെ, പിന്നെ മീറ്റിംഗ് വെക്കുന്നതേ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ അറിയാനും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെക്കുന്ന മീറ്റിംഗ്സ് ആണ്. അപ്പോൾ അതൊരിക്കലും മിസ് ചെയ്യാതെ കേട്ടാൽ മാത്രം. ഇത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ റെക്കോർഡഡ് സെഷൻ നോക്കുന്നില്ല, അതിനേക്കാളും എന്താ പറയുക, ലൈവിൽ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ടൂള് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മീറ്റിംഗ് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അതിൽ നിങ്ങളുടെ ഡൗട്ട് വേറെ ആൾ എന്തായാലും ക്ലിയർ ചെയ്യില്ല.
അവരെ ഡൗട്ടേ അവർ ക്ലിയർ ഉള്ളൂ. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്തായാലും അവർ ക്ലിയർ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ലൈവ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക. ലൈവ് മീറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്ട് എന്താണ് അവർ പറയണത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലേ മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും കയറിയിട്ട് ഇറങ്ങിയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ആണെങ്കിലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ അവരെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരിക. അത്രയും സമയം ഇരുത്തുക. കാരണം ഇത്രയും സമയം ഇപ്പോൾ എനിക്ക് വെക്കണമെന്ന് ഒരു താല്പര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത്രയും സമയം വേണം. ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റീഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനാണ് ഞങ്ങൾ ആൻസർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഓഡിയോ കേട്ടോണ്ടിരിക്കുമ്പോഴേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല ശബ്ദമായിട്ട് കേൾക്കണേ. അപ്പൊ നമുക്ക് ആ വേർഡ് നമുക്ക് മനസ്സിലാവണില്ല. അപ്പൊ നമ്മളവിടെ ഏത് ടാഗ് ഇടുക? അൺഇൻ്റലിജിബിൾ എന്നൊരു ടാഗ് ഉണ്ട്. ആ ടാഗ് ഒരു വേർഡിനാണ്, അതെന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസിലൊന്നും ഇട്ട് പോകരുത്. അൺഇൻ്റലിജിബിൾ ടാഗ്, ആ വാക്ക് നിങ്ങൾ എത്ര കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അൺഇൻ്റലിജിബിൾ ടാഗ് കൊടുക്കുക. ഒരു ഫയലിൽ ഏറി വന്നാൽ 2 അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അത് റീഡ് ഫയലല്ല ഞാൻ പറയുന്നത്, എക്സ്റ്റംബർ ഒരു കോൺവെർസേഷൻ ഫയൽസ് ആണെങ്കിൽ മാത്രം ഒരു ഫയലിന് 2 അൺഇൻ്റലിജിബിൾ കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത ചിലപ്പോൾ മേ ബി അത് റിവ്യൂവേഴ്സിന് കിട്ടും. അതായത് ഒന്നാമത്തെ കാര്യമില്ലേ, ഈ അൺഇൻ്റലിജിബിൾ എന്തിനാ വരുന്നതെന്ന് അറിയാം നിങ്ങൾക്ക്? ആദ്യം നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് വരും. കാരണം നമ്മൾ എടുക്കുന്ന തന്നെ ഫയൽ എടുത്തു, സെഗ്മെന്റ് നോക്കി, സെഗ്മെന്റിൽ പോയി ക്ലിക്ക് ചെയ്യും, ദെൻ ഓഡിയോ പ്ലേ ചെയ്യും, അതിനകത്ത് എന്താണോ കേൾക്കുന്നത് അവിടെ നോക്കും, അതുണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് കേൾക്കാത്ത വേർഡ് 1-2 തവണ നിങ്ങൾ കേൾക്കും, അതിനുശേഷം അത് അറിഞ്ഞില്ല, അൺഇൻ്റലിജിബിൾ ഇട്ടു, നെക്സ്റ്റ് പോയി. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത്. അതായത് ആ ക്വസ്റ്റ്യൻ എന്താണെന്നും ആ ക്വസ്റ്റ്യൻ അവർ എന്താ കണ്ടന്റ് പറയണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് എന്താ പറയുക ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും അത് ആ ഒരു ഇതുണ്ടെങ്കിൽ ഈസിയാണ്. അതായത് നിറയെ പേര് ചെയ്യുന്ന മിസ്റ്റേക്കും അതാണ്. അതുകൊണ്ടാണ് പറയണത്. അതായത് കണ്ടന്റ് എന്താണെന്നേ അറിയില്ല, പക്ഷെ അതിനകത്ത് പറയുന്നത് അതിനകത്ത് എന്തോ പറയുന്നുണ്ട്, ഞാൻ എന്തോ എഴുതുന്നുണ്ട്, പറയുന്ന കാര്യം ഞാൻ എഴുതിയ കാര്യം ശരിയാണ്, കഴിഞ്ഞു. അയാൾ എന്താ പറഞ്ഞ, അയാൾ എന്ത് കണ്ടന്റാ പറഞ്ഞെന്നുള്ളത് അറിയില്ല. ഇതിപ്പോ ബാക്ക്ഗ്രൗണ്ടിന്റെ സൗണ്ട് കാരണമാണ് നമുക്ക് ആ വാക്ക് മനസ്സിലാവാത്തത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ടിന്റെ അതാ സൗണ്ട് പറഞ്ഞ, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന മനസ്സിലായില്ലെങ്കിൽ സൗണ്ടാ. അൺഇൻ്റലിജിബിൾ ടാഗ് കൊടുക്കാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന് എന്താ ഇടുക? ഔടണോ? പെർസിസ്റ്റന്റ് നോയ്സ്. അത് ത്രൂ ഔട്ട് ഉണ്ടല്ലോ, അപ്പൊ പെർസിസ്റ്റന്റ് നോയ്സ് കൊടുത്താൽ മതി. ഇപ്പോൾ പെർസിസ്റ്റന്റ് നോയ്സ് എന്തിനാണെന്നറിയോ? ത്രൂ ഔട്ട് ഓഡിയോക്കകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഓഡിയോക്കകത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സ് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോയ്സ് എന്ന് പറഞ്ഞാൽ കാറ്റ്, ഫാനിന്റെ അടിയിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ കാറ്റ് ഡയറക്റ്റ് ആയിട്ട് വരുമ്പോൾ കാറ്റിന്റെ സൗണ്ട് വരും. പിന്നെന്ന് പറഞ്ഞാൽ ബേർഡ്സ് ക്വാക്കിംഗ്, വെറുതെ ബേർഡ്സ് ക്വാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചില വീട്ടിൽ കിളികളുള്ള വീട്ടിലൊക്കെ പുറത്തിരുന്നിട്ടോ അവരെവിടെയെങ്കിലും അങ്ങനെ അടുത്തിരുന്നിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ടി വി ഇങ്ങനെ ഒരാൾ അവിടെ വെച്ചിട്ടുണ്ടാവും, ഒരാൾ ഇവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ടി വി സൗണ്ട് ത്രൂ ഔട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ത്രൂ ഔട്ട് അതാണ്. അതായത് ഓഡിയോക്കകത്ത് മുഴുവനും വരുന്നുണ്ടെങ്കിൽ പെർസിസ്റ്റന്റ് നോയ്സ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു സെഗ്മെന്റിനകത്ത് മാത്രം ത്രൂ ഔട്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പെർസിസ്റ്റന്റ് നോയ്സ് സ്റ്റാർട്ട് ആൻഡ് എൻഡ് കൊടുക്കണം. ഇല്ല, ഇപ്പോൾ നിങ്ങൾ പെർസിസ്റ്റന്റ് നോയ്സും കേൾക്കുന്നുണ്ട്, കൂടാതെ ഇപ്പോൾ ഇടയിൽ വെച്ചിട്ട് ബേർഡ്സ് ക്വാക്കിംഗ് കേൾക്കുന്നുണ്ട്, ബേർഡ്സ് ക്വാക്കിംഗ്. അപ്പോൾ ബേർഡ്സ് ക്വാക്കിംഗ് നിങ്ങൾ അവിടെ ഐഡന്റിഫൈ ചെയ്യണം, അത് അവിടെ കൊടുക്കണം, ആ ടാഗ് അവിടെ കൊടുക്കണം. ഇപ്പോൾ ത്രൂ ഔട്ട് കാറ്റുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബേർഡ്സ് ക്വാക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബേർഡ്സ് ക്വാക്കിംഗ് ഏത് സെഗ്മെന്റിലാണോ കേൾക്കുന്നത് ആ സെഗ്മെന്റിൽ ബേർഡ്സ് ക്വാക്കിംഗ് എന്നുള്ളത് കൊടുക്കണം. ത്രൂ ഔട്ട് കാറ്റുണ്ട്, ഒഴികത്ത് ത്രൂ ഔട്ട് കാറ്റുണ്ട്, ഓരോ സെഗ്മെന്റിലും ഇടയിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ ആൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ടോക്കിംഗ്. എവിടെയാണോ അയാൾ സംസാരിക്കുന്ന നോയ്സ് നിങ്ങൾക്ക് കേൾക്കുന്നത് അവിടെ ടോക്കിംഗ്. അതെ, അങ്ങനെ. അതായത് എന്തൊക്കെ നോയ്സ് അതിൽ കേൾക്കുന്നുണ്ടോ ആ നോയ്സുകളെല്ലാം നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്യണം. പെർസിസ്റ്റന്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് വരുന്ന ഓഡിയോക്കകത്ത് ത്രൂ ഔട്ട് വരുന്ന നോയ്സിനാണ് പെർസിസ്റ്റന്റ് നോയ്സ് എന്ന് പറയാം. അതിട്ടു എന്ന് വെച്ചിട്ട് വേറെ ടാഗുകൾ ഇടാതിരിക്കരുത്. വേറെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഹെസിറ്റേഷൻ ടാഗ്സും അതിനകത്ത് നമ്മൾ കൊടുക്കണം. അത് അവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും അത് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ചില ഓഡിയോസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വ്യക്തി സംസാരിച്ച് നമ്മുടെ ഒരു സെഗ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ആളുടെ വോയിസും കേൾക്കും. അപ്പോൾ ആ സമയത്ത് ഇത് മെഷീൻ വർക്ക് അല്ലേ, അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ആളുടെ നോയ്സ് കൂടി ചിലപ്പോൾ ഒരു സെഗ്മെന്റിൽ വരും. അതായത് ഈ പറയുന്ന സ്പീക്കറുടെ നോയ്സ് ആയിരിക്കില്ല, അതേ വോയിസ് ആയിരിക്കില്ല, വേറൊരാൾ സംസാരിക്കുകയാണ്, ആ നോയ്സ് ഇതിൽ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്, അതൊരു സെഗ്മെന്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ മാത്രമേ കേൾക്കുള്ളൂ. അതായത് സ്പീക്കറുടെ കേൾക്കില്ല, ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ആളുടെ മാത്രം കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സെഗ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്പീക്കർ യു കൊടുത്തിട്ട് അയാൾ പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായിണ്ടാവില്ല.
മനസ്സിലായോ? മനസ്സിലായില്ലേ? ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതൊന്നുകൂടെ പറയാമോ? ഓക്കെ, അതായത് ചില ഓഡിയോസിൽ വരാറില്ല, വന്നിട്ടുണ്ട്, പക്ഷെ അധികവും വരാറൊന്നുമില്ല. ഒരാൾ, ഇപ്പം ഞാനാണ് സ്പീക്കർ, ഞാനൊരു കണ്ടന്റ് സംസാരിക്കുന്നുണ്ട്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ സിസ്റ്റർ സംസാരിക്കുകയാണ്, ആൾ റെക്കോർഡ് ചെയ്യാണ്, എൻ്റെ സിസ്റ്റർ സംസാരിക്കുകയാണ്, ഞാനിവിടെ സംസാരിക്കുകയാണ്. ഇപ്പം ഞാൻ സംസാരിച്ച് കഴിഞ്ഞു എന്ന് വിചാരിച്ച ആൾ തുടങ്ങി. അപ്പോൾ ഞാൻ പകുതിയിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ആൾ തുടങ്ങുന്ന വോയിസ് ഇതിനകത്ത് കേട്ടു. ഇതിനകത്ത് കേട്ടാൽ മെഷീൻ വർക്ക് ആയതുകൊണ്ട് സെഗ്മെന്റ് അത് ക്രിയേറ്റ് ചെയ്യും, മെഷീൻ ക്രിയേറ്റ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിച്ചതിൻ്റെ വോയിസ് കൂടി മെഷീൻ വന്നിട്ട് സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ അതിനകത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല, വേറൊരു വ്യക്തി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ വ്യക്തി പറയുന്നത് ക്ലിയർ ആയിട്ട് ഇതിനകത്ത് കേൾക്കണമുണ്ട്. അങ്ങനെ വരുന്ന സെഗ്മെന്റുകളിൽ സ്പീക്കർ യു കൊടുത്തിട്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് 1 or 2 ഫയൽ, ഇത്രയും ഫയൽസ് ചെയ്തതിൽ വന്നിട്ടുള്ളൂ. മേ ബി വന്നാൽ അത് നമ്മൾ ചെയ്യണം. അത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതായത് അത് നമ്മൾ ടൈപ്പ് ചെയ്യണം. അത് വേറൊരു വ്യക്തിയാണെങ്കിൽ അത് സ്പീക്കർ യു കൊടുത്ത് ടൈപ്പ് ചെയ്യണം. ഇതേ സ്പീക്കർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അത് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെർസിസ്റ്റന്റ് നോയ്സ് കൊടുക്കുക. ഇല്ല സ്പീക്കർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആ ടോക്കിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ടോക്കിംഗ് എന്നുള്ള ടാഗ് കൊടുക്കുക. പിന്നെ നമുക്കിപ്പോ ചേഞ്ച് ചെയ്യണമല്ലേ? അവിടെ നമ്മൾ സ്പീക്കർ ചേഞ്ച് ചെയ്യണം. അല്ലാതെ സ്പീക്കർ ഓൾറെഡി ഇതിൽ വരുന്നുണ്ട്, എല്ലാവർക്കും സ്പീക്കർ ഓൾറെഡി ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ആ സ്പീക്കേഴ്സ് ഒന്നും പോയി എടുത്ത് മാറ്റൊന്നും വേണ്ട. പക്ഷേ എന്താ പറയുക, ചേച്ചി സ്പീക്കർ യു ഒന്ന് ചേഞ്ച് ചെയ്യോ? സ്പീക്കർ യു എന്നൊന്ന് ചേഞ്ച് ചെയ്യോ? ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴേ അത് ഇങ്ങനെ എടുത്തു പറയല്ലോ, അപ്പൊ അവിടെ ഹെസിറ്റേഷൻ സൗണ്ട് വേണോ? അത് മതി, അത് മാത്രം എഴുതിയാൽ മതി. അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഹെസിറ്റേഷൻ കൊടുക്കണം. അത് നീട്ടുന്നതിന് നിങ്ങൾ ഹെസിറ്റേഷൻ കൊടുക്കണ്ട. അത് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഹെസിറ്റേഷൻ കൊടുക്കണം. ഇപ്പൊ സ്പീക്കർ യു എന്ന് മാറ്റിയപ്പോൾ അവിടെ ബ്ലൂ കളറായി, സെഗ്മെന്റേഷൻ ബ്ലൂ കളറായി കാണുന്നുണ്ടോ ചേച്ചി? സെക്കൻഡ് സെഗ്മെന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യോ? അതായത് സെഗ്മെന്റ് ബോക്സ് നോക്കണേ, സെഗ്മെന്റ് ബോക്സ് ബ്ലൂ ആയി. അത് കണ്ടോ? നമ്മൾ നോർമൽ സ്പീക്കർ ആണെങ്കിൽ അത് പിങ്ക് ആയിരിക്കും. അതേസമയം നമ്മൾ സ്പീക്കർ യുയിലോട്ട് മാറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്ലൂ ആകും. രണ്ടിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സ്പീക്കേഴ്സ് ഒന്നും നിങ്ങൾ മാറ്റണ്ട. മേ ബി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ മാത്രം സ്പീക്കർ സെലക്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ വരാറില്ല. വന്നാലും നിങ്ങൾ ചോദിച്ചിട്ട് ചെയ്താൽ മതി, നിങ്ങളായിട്ട് ചെയ്യണമെന്നില്ല, ചോദിച്ചിട്ടും ചെയ്യാം. അതേപോലെ ഡ്രാഗ് ചെയ്യുക എന്നുള്ള പേരിൽ സെഗ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ലൈൻ എൻഡ് ലൈനിൽ പോയിട്ട് നിങ്ങൾ എന്താ പറയുക, കേസർ വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്ലസ് എന്നൊരു ഓപ്ഷൻ വരും. അതായത് ബ്ലാക്ക് കളറിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ആരോസ് വരും, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോസ് വരും. പ്ലസ് പോയിന്റ് പോലെ വരും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ വരും. അത് ജസ്റ്റ് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെഗ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റ് നടുക്കൊണ്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരോ വരും. അത് സെഗ്മെന്റിനെ നിങ്ങൾക്ക് തൂക്കി വേറെ എവിടെയെങ്കിലും വെക്കുന്ന ഒരു സംഭവമാണ്. അതും നിങ്ങൾ ചെയ്യണ്ട, അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. സെഗ്മെന്റ് അഡ്ജസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നോയ്സ്, ഇപ്പോൾ ഹെസിറ്റേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബേർഡ്സ് ക്വാക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് ലാസ്റ്റായിട്ട് വരുന്നുണ്ട്, ആൾ സംസാരിച്ച് പിന്നെ വരുന്നെങ്കിൽ നമ്മളത് ട്രിം ചെയ്യണം. കാരണം അത് അവിടെ ഇടേണ്ട ആവശ്യം വരുന്നില്ല. ആ ടാഗ് നമ്മൾ അവിടെ ഇടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത് ട്രിം ചെയ്ത് പുറത്തെടുക്കാൻ പറ്റും. അതായത് ആൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വരുന്ന ടാഗുകളെല്ലാം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പക്ഷെ ആൾ സംസാരിച്ച പിന്നെ വരുന്ന ടാഗുകളും ചിലപ്പോൾ മെഷീൻ, ഞാൻ പറഞ്ഞില്ല മെഷീൻ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ നോയ്സ് അത് ഇൻക്ലൂഡ് ചെയ്തേ എടുക്കുകയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ആ നോയ്സുകൾ ഫ്രണ്ടോ ബാക്കിലോ, ഏറ്റവും ഫ്രണ്ടിലായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ബാക്കിലായിട്ടോ അങ്ങനെ ഒരു നോയ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രിം ചെയ്ത് ചെറുതാക്കാൻ പറ്റും. അതായത് അവർ സംസാരിക്കുന്നവരേക്കും കൊണ്ടുപോകാൻ പറ്റും. ചേച്ചി അത് ട്രിം ചെയ്തൊന്ന് കാണിക്കുമോ? ഇത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്കോ അങ്ങോട്ടേക്കോ നിങ്ങൾക്ക് ചലിച്ചു കഴിഞ്ഞാൽ അത് അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ഈ ഫ്രണ്ടിലുള്ള ആ ഒരു വേവ്സ് വന്നിട്ട് ബേർഡ്സ് ക്വാക്കിങ്ങോ അല്ലെങ്കിൽ ടി വി സൗണ്ടോ അല്ലെങ്കിൽ കുട്ടി ബേബി ക്രൈയിങ്ങോ ബേബി ടോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആണ്. ആ സാധനം നമുക്ക് ആ സെഗ്മെന്റിനകത്ത് വേണ്ട. കാരണം ടാഗ് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെർസിസ്റ്റന്റ് നോയ്സ് മാത്രമേ ടാഗ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. പെർസിസ്റ്റന്റ് നോയ്സ് അല്ലാത്ത എന്താ പറയുക, വേറെ എന്തെങ്കിലും നോയ്സുകളാണെങ്കിൽ അത് നമുക്ക് അവിടെ ട്രിം ചെയ്ത് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് അവർ സംസാരിക്കുന്നോട്ട് ടൈപ്പ് ചെയ്ത് പോവാം. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, ഡ്യൂറേഷന് നിങ്ങൾ എന്തായാലും സെഗ്മെന്റേഷനേ വരുള്ളൂ. പക്ഷെ ഇത് എന്തായാലും ഇത് നമ്മളിവിടെ ട്രിം ചെയ്യും.
ട്രിം ചെയ്ത് വേണം ഇത് ചെയ്യാൻ. അതാണ് അതിന്റെ റൂൾസ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളും ട്രിം നിങ്ങൾക്ക് ചെയ്യുന്നതിന് ഡ്യൂറേഷൻ എന്ന് കുഴപ്പമില്ല. പറയുന്നത് സെഗ്മെന്റേഷൻ ഡ്യൂറേഷനെ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ ഇവിടെ. ഓഡിയോ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യില്ല, സെഗ്മെന്റേഷൻ ഡ്യൂറേഷനെ കാൽക്കുലേറ്റ് ചെയ്തു. ഓഡിയോ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 37 സെക്കൻഡ് ആണെങ്കിൽ അതിന്റെ സെഗ്മെന്റിന്റെ ഡ്യൂറേഷൻ അതിന്റെയും കുറവായിരിക്കും. നിങ്ങൾ സെഗ്മെന്റ് അല്ലേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഓഹോ ഓക്കെ ഓക്കെ. അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് ഡെയിലി റിപ്പോർട്ട് നോക്കാൻ പറ്റും. ഡെയിലി റിപ്പോർട്ടിൽ പോയിട്ട് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ സെഗ്മെന്റേഷൻ ഡ്യൂറേഷനും ഉണ്ടാവും, റോ ഓഡിയോ ഡ്യൂറേഷനും ഉണ്ടാവും. ഓഡിയോയുടെ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് അതിൽ കാണിക്കും, സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കും. അതേപോലെ റിവ്യൂവേഴ്സ് അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മൈനറിലാണോ മേജറിലാണോ അക്സെപ്റ്റിലാണോ ഇട്ടിട്ടുള്ളത് എന്നുള്ള ഓപ്ഷനും നിങ്ങൾക്ക് കാണിക്കും. റിപ്പോർട്ട്സ് ഒന്ന് എടുക്കുമോ? ആ വ്യക്തി ഇന്ന് അത് ചെയ്തിട്ടില്ല. സോ റിപ്പോർട്ടൊക്കെ സീറോ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു എക്സാമ്പിൾ അതിൻ്റെ ഇത് പറഞ്ഞുതരാം, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ടിൽ ഡേറ്റ് വരയ്ക്കും എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ല ഇന്നത്തെ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ടുഡേ ഡേറ്റ് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എടുക്കാം. അതായത് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് 13th May ആണ്. പക്ഷേ നമുക്ക് ഇന്നത്തെ മാത്രമേ വേണ്ടൂ. ഞാൻ പ്രോജക്റ്റ് 10 ദിവസമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 ദിവസത്തിൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 10 ദിവസത്തിൻ്റെ ഡേറ്റ് കളക്ട് ചെയ്തിട്ട് പിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇല്ല ഇന്നത്തെ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് മാത്രം പിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തു. ഫയൽ അസൈൻ ആയത് 5 എണ്ണമാണ്. അതായത് ഫയൽ അസൈൻ ആയിട്ടുള്ളത് 5 എണ്ണമാണ്. 5 എണ്ണം ആൾ പുള്ള് ചെയ്തിട്ടുണ്ട്. അതിൽ ലേബിൾഡ്, അതായത് ആള് സബ്മിറ്റ് ചെയ്ത ഫയൽ എത്ര എണ്ണോ എന്നുള്ളത് അവിടെ കാണിക്കും. അക്സെപ്റ്റ്, മൈനർ, മേജർ, ടു ബി റിവൈസ്, ഇത് 4ഉം നിങ്ങൾക്ക് എന്താ പറയുക റിവ്യൂവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ അക്സെപ്റ്റ് ചെയ്ത ഫയല്, മൈനർ ചേഞ്ചസിൽ ചെയ്ത ഫയല്, മേജർ ചേഞ്ചസിൽ ഇട്ട ഫയൽ, റിവൈസ് ചെയ്ത ഫയൽ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടു ബി റിവൈസിൽ കാണിക്കും. പിന്നെ അൺലേബിൾഡിൽ 1. ദെൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിപ്ഡ് ഫയൽ എത്ര എണ്ണമെന്ന് കാണിക്കും. ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ഫയൽ എത്ര എണ്ണം കാണിക്കും. ടോട്ടൽ സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ ആൻഡ് ടോട്ടൽ റോ ഓഡിയോ ഡ്യൂറേഷൻ. ഇത് രണ്ടും നിങ്ങൾക്ക് നിങ്ങൾ എത്ര സമയം ചെയ്തു, നിങ്ങളുടെ ടാർഗറ്റ് റീച്ച് ചെയ്യാനുള്ള സമയമാണ് ഇതിൽ നോക്കേണ്ടത്. അതായത് ഇപ്പം നിങ്ങൾക്ക് 15 മിനിറ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ് എന്നുള്ളത് ഈ ടോട്ടൽ സെഗ്മെന്റേഷൻ ഡ്യൂറേഷന് 15 ആയിരിക്കണം. ഓക്കെ. ദെൻ ആവറേജ് സെഗ്മെന്റേഷൻ ഡ്യൂറേഷനും ആവറേജ് സെഗ്മെന്റ് പെർ ടാസ്കും ആവറേജ് വേർഡ് എറർ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 സംഭവം നിങ്ങളുടെ ക്വാളിറ്റിയാണ്, ആവറേജ് ക്വാളിറ്റിയാണ്. അത് ആ ഫയലിന്റെ ആവറേജ് ക്വാളിറ്റിയാണത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് അതിൽ സെഗ്മെന്റ് അവർ ട്രിം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രിമ്മിങ്, അതായത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് റിവ്യൂവേഴ്സ് ചെയ്യും. സോ ആവറേജ് സെഗ്മെന്റ് ഡ്യൂറേഷൻ അതിൽ വരും. അതേപോലെ ആവറേജ് സെഗ്മെന്റ് പെർ ടാസ്കിന്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത് അതിൽ വരും. അതായത് ഒരു ഫയലിന്റെ ക്വാളിറ്റി എത്രയാണെന്നുള്ളത്, അതായത് നിങ്ങളുടെ ടോട്ടൽ ഫയലിന്റെ ക്വാളിറ്റിയും വരും. ആൻഡ് പെർ ആവറേജ് എറർ റേറ്റ്, അതായത് എറർ എത്രണ്ണം വരുത്തിയിട്ടുണ്ട്, എത്ര ഇതിൽ നിങ്ങൾ അവർ ചേഞ്ച് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് വരിക, എത്രണ്ണം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് ഇതിൽ കാണിക്കും. ഇത് ഡെയിലി റിപ്പോർട്ട് എടുത്ത് സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ നിങ്ങൾ ഡെയിലി നോക്കുക. കാരണം നിങ്ങൾക്ക് എത്രയാണോ ടാർഗറ്റ് തന്നിട്ടുള്ളത് ആ ടാർഗറ്റ് റീച്ച് ചെയ്യാൻ സെഗ്മെന്റേഷൻ ഡ്യൂറേഷൻ വേണം നോക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ എനിക്ക് ക്യൂയുടെ വർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും ഇതുപോലെ തന്നെ പുള്ള് ചെയ്തിട്ട് തന്നെയാണോ ചെയ്യേണ്ടത്? QA നിങ്ങൾ ഈ ടീമിൽ നിന്ന് ആരെയും QAക്ക് എടുത്തിട്ടില്ല. എല്ലാവരും ട്രാൻസ്ക്രൈബേഴ്സ് ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. ട്രാൻസ്ക്രൈബേഴ്സിന്റെ ഈ ശ്വേത മാം പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് അവർ 3 പേര് QAക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല എന്താണ് അവർ പറഞ്ഞൊരു. ഇല്ല, ഞാൻ അത് അവരോടും ശ്വേതയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇവർ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടേ QAക്കകത്ത് കയറ്റാൻ പറ്റുള്ളൂ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ ക്വാളിറ്റി നോക്കാതെ റിവ്യൂ ഇതിലേക്ക് കയറ്റാൻ പറ്റില്ല. സോ ഞാൻ ശ്വേത മാമിനോട് സംസാരിക്കണം. അവർക്ക് വർക്ക് കൊടുത്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അതായത് ന്യൂലി മുന്നേ നമ്മളിവിടെ ഇപ്പോൾ 13 റിവ്യൂവേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 13 റിവ്യൂവേഴ്സും സ്റ്റാർട്ടിങ് മുതൽക്ക്, അതായത് 2 years ആയി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ 2 വർഷമായിട്ടും അവർ ട്രാൻസ്ക്രിപ്ഷനിൽ നിന്നിട്ട് റിവ്യൂവിൽ കയറിയ ആൾക്കാരാണ്. അത് ക്വാളിറ്റി ചെക്കിങ്ങിൽ വന്ന ആൾക്കാരാണ് അവർ. അതുപോലെ
ഞാൻ അതാ ചോദിച്ചത്. ഇവർക്ക് കിട്ടിയ ഐഡീസും സ്ത്രീകൾക്ക് എല്ലാവർക്കും 3 പേർക്ക് കിട്ടിയ ഐഡീസും TR ഐഡീസാ. ഞാൻ ശ്വേതനോട് ചോദിച്ചു, പക്ഷെ മാം പറഞ്ഞു ഇല്ല, ഇവർ ക്യൂ ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇല്ല, ഞാൻ ശ്വേതയോട് അത് ഓൾറെഡി ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തതിന് ശേഷം മാത്രം, അതായത് അതിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്, അതായത് ഇവർ ചെയ്ത് വന്നതിന് ശേഷം അതായത് ഇവർക്ക് ടൂൾ എന്താണെന്നേ അറിയില്ല. ചിലവർക്ക് ടൂൾ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അല്ലാതെ ആളെ ഞാൻ കൊണ്ടുപോയിട്ടിട്ട് റിവ്യൂ നോക്കാൻ പറഞ്ഞാൽ അവര്, അതായത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ക്ലയന്റ് സൈഡിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലയന്റ് സൈഡിലേക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം അത് റിട്ടേൺ നമുക്ക് വന്നാൽ നമുക്കത് ബ്ലാക്ക് മാർക്ക് ആവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാവരെയും ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ട് മാത്രമേ റിവ്യൂലോട്ട് മാറ്റുള്ളൂ. ഈ സെയിം ഡൗട്ട് ആയിരുന്നു എനിക്കും. ബിക്കോസ് ഇവർ ഫസ്റ്റ് ടൈം ചെയ്യുന്നത്, ഇവരെ റിവ്യൂവേഴ്സ് ഇടാനായിട്ട് എങ്ങനെ റിസ്ക് എടുക്കുന്നത്. പക്ഷെ മാം പറഞ്ഞു, അപ്പം ദാറ്റ്സ് വൈ ഇവർ ഈ 3 ഐഡീസിൽ വർക്ക് ചെയ്യുന്നില്ല. ഇവർക്ക് ഫയൽ അസൈൻ ആവുന്നുണ്ട്, പക്ഷെ ഇവർ വർക്ക് ചെയ്യുന്നില്ല. ബിക്കോസ് ഞാൻ അവരോട് വർക്ക് ചെയ്യണ്ട. ബിക്കോസ് ശ്വേത മാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 19 ആൾക്കാരിൽ ഈ 16 TRക്ക് വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള 3 പേരുണ്ടായിരുന്നു. ഇവർ QAക്ക് വേണ്ടി അസൈൻ ചെയ്ത്. ജസ്റ്റ് മാമും സംസാരിച്ചു, ഞാനും മെസ്സേജ് അയക്കുന്നു. ശ്വേതയോട് ജെയ്സൺ പറഞ്ഞോളൂ, ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം. കാരണം ഞാൻ ഓൾറെഡി ആളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാതിരി ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യാതെ ആരെയും ഞാൻ റിവ്യൂലോട്ട് എടുക്കില്ല. കാരണം ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് ആ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അവരെ ക്വാളിറ്റി 95% മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ റിവ്യൂലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ദെൻ റിവ്യൂ ട്രെയിനിങ് തന്നെ അവർക്ക് കൊടുക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ബാക്കി പ്രീതി എന്നത്തെ എന്തെങ്കിലും ഉണ്ടോ? ഓൾമോസ്റ്റ് എല്ലാവരുടെ ഡൗട്ട്സ് അവർ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്നലെ മിനിയാന്നും വന്ന എല്ലാ ഡൗട്ട്സ് അവർ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയ റിവ്യൂ കഴിഞ്ഞ്, ഫീഡ്ബാക്ക് കഴിഞ്ഞ് നിങ്ങൾ തവണ ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഡ്രാഫ്റ്റ് ഇല്ലേ, നിങ്ങൾ ചെയ്തിരിക്കുന്ന ഫയൽ സേവ് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. എക്സ്റ്റംബർ ഫയൽസ് നമുക്ക് ഡയറക്ട്ലി 5 ഫയൽസ് പുൾ ചെയ്തിട്ട് അത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ അതിനും പ്രൂഫിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ? ഇല്ല, അതിലും അത് ചെയ്യണം. അതായത് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമെന്നറിയോ, റിവ്യൂവേഴ്സ് അത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചെയ്യും. കാരണം ഇതെന്താ, അപ്പം ഞാൻ എത്ര ചെയ്തിട്ടും റിവൈസ് ആണല്ലോ എന്നുള്ളൊരു പ്രശ്നം അവർക്ക് വരും. അതായത് അത് ആർക്കാണെങ്കിലും ഒരു പ്രശ്നം വരുമല്ലോ. ഞാൻ നന്നായിട്ടാണ് ചെയ്യണം, പക്ഷെ അത് എനിക്ക് എന്തിനു റിവൈസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അത് ആദ്യം അവർ അതിൽ സ്റ്റേബിൾ ആവുന്ന വരയ്ക്കും ഡ്രാഫ്റ്റിൽ തന്നെ കൊണ്ടുവിടും. അതായത് ഡ്രാഫ്റ്റിൽ തന്നെ വിട്ടിട്ട് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ സൂപ്പർ ചെക്കേഴ്സ് ആരെങ്കിലും ചെക്ക് ചെയ്ത് വരും. അവർ അപ്ഡേറ്റ് ചെയ്യാൻ ഏബിൾ ആയി എന്നുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റിവൈസ് വന്നാലും 1-2 തവണയേ വരുള്ളൂ, അതിൽ കൂടുതൽ വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് തവണ റിവൈസ് വരും. പിന്നെ അവർക്കതൊരു വിഷമാവും. ചെയ്യുന്നവർക്ക് അതൊരു വിഷമമാണ്, റിവൈസ് ചെയ്യുന്നവർക്ക് അതൊരു വിഷമമാണ്. അതുകൊണ്ട് എക്സ്റ്റംബർ ഇപ്പോഴേ കിട്ടുമോ, അതോ ഇപ്പൊ റീഡ് ഫയൽസ് നമ്മൾ ഉണ്ടോ? ഇല്ല, ഇപ്പൊ നമുക്ക് എക്സ്റ്റംബർ വരും. ഇപ്പൊ റീഡ് ഫയൽസിൽ തന്നെ എന്താ പറയുക, ഒരു 3 ബാച്ചോളേ ഉള്ളൂ. 3 ബാച്ച് ഉണ്ട്. എല്ലാം 1000 ഫയൽസ് വരുന്ന ബാച്ചുകളാണ്. ഇപ്പോൾ ഓരോ ബാച്ചസിലും കുറവാണ് ഫയൽസ്. അതായത് മലയാളമില് റീഡ് ഇപ്പോൾ B39, B40, B38, B37, B36 ഇതിലെല്ലാം ഫയൽസ് ഉണ്ട്. B36ഉം B39 or 38 വന്നിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ടീം, പഴയ ടീമുകാർ ചെയ്യുന്നുണ്ട്. B37ഉം B39ലും നമ്മുടെ ആൾക്കാരെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് 600-700 ഫയലുകളും ഉണ്ട്. അതേപോലെ എക്സിസ്റ്റിംഗ് ടീംസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ നമുക്ക് വെച്ചിരിക്കാനും വരില്ല. അതായത് നമ്മൾ ഡെലിവർ ചെയ്യണം. അതായത് നമ്മൾ അടുത്തടുത്ത ഫയൽസ് ഡെലിവർ ചെയ്ത് പോവുകയും വേണം. അതുകൊണ്ട് മാത്രം എന്താ പറയുക, നമ്മളൊരു കുറച്ച് ദിവസം മാത്രമേ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിൽ ഇടാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങണം. അങ്ങനെയുള്ളതുകൊണ്ട് റീഡ് ഫയൽസ് ഒരു 2-3 ബാച്ച് കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റംബറിലോട്ട് പോകും.
എക്സ്റ്റംബറിലാണ് ഫയൽ കൂടുതൽ, 13 മണിക്കൂർ ഡാറ്റ ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് തീർക്കുമ്പോഴേക്കും അടുത്ത അവേഴ്സിന്റെ ഡാറ്റ വരും. അതേപോലെ കോൺവെർസേഷനിൽ 4 മണിക്കൂർ ഡാറ്റ ഉണ്ട്. ഇതിപ്പോ നിങ്ങൾ ഒന്ന് സ്റ്റേബിൾ ആക്കിയാൽ മാത്രമേ മുന്നോട്ട് വേഗം അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നമുക്ക് അടുപ്പിച്ച് ചില ദിവസങ്ങളിൽ മീറ്റിങ്ങുകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ റീഡിന്റെ മീറ്റിംഗ് കഴിഞ്ഞു, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഇതിന്റെ റിവ്യൂ ഫീഡ്ബാക്കിന് ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് എക്സ്റ്റംബർ ചെയ്യും, എക്സ്റ്റംബറിന്റെ ഫീഡ്ബാക്ക് അതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും, പിന്നെ റിവ്യൂ ഫീഡ്ബാക്ക്, അത്രമാത്രം. അതേപോലെ കോൺവെർസേഷനും. ഓക്കെ. അത് മാത്രം എല്ലാവരും കറക്റ്റ് സമയത്ത് നിങ്ങൾ ആഡ് ആയി കഴിഞ്ഞാൽ വേഗം നമുക്ക് ചെയ്ത് സംസാരിച്ച് വേഗം വിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ മീറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ടൈമിംഗ് നിങ്ങൾക്ക് എന്തിനാ തെറ്റ് വെച്ചാൽ ചിലപ്പോൾ ഹൗസ് വൈഫ്സ്, വർക്കിംഗ് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഈ സമയം കുറച്ച് ഓക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സമയം പറയുന്നത്. ഈ സമയം വേണ്ട വേറെ സമയം മതി എന്നുണ്ടെങ്കിൽ ആ വേറെ സമയം നമുക്ക് വെക്കാം. ഓക്കെ. ഇത് തന്നെയാന്ന് തോന്നുന്നു ഒരു എല്ലാവർക്കും മോസ്റ്റ്ലി കൺവീനിയന്റ് ടൈം തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ഒരു ദിവസമാണ് വേസ്റ്റ് ആവുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഉള്ളതിൽ ഒരു ദിവസമാണ് നമുക്ക് വേസ്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങൾക്ക് ഈ ഫീഡ്ബാക്ക് ടൈം എപ്പോൾ വെച്ചാലും ഓക്കെയാണ്. ഞങ്ങളുടെ ടീംസിനും ഓക്കെയാണ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള ടീമുകാർക്ക് ഓക്കെയാണ്. പക്ഷെ കേൾക്കുന്ന കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്രയും വെറുതെ മീറ്റിംഗ് വെക്കേണ്ട ആവശ്യം വരില്ല. വീക്ക്ലി വൺസ് മാത്രം വെച്ചാൽ മതിയാവും. ഓക്കെ. എൻഡ് ചെയ്താലോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ്. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു ഗായത്രി മാം. താങ്ക് യു.